വെൽക്കം ടു വൺസ് K2-ൻ്റെ സിവിൽ എഞ്ചിനീയറിംഗ് കോഴ്സിലെ 4th സെമിസ്റ്ററിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് സോയിൽ മെക്കാനിക്സ്. അതിൻ്റെ കോഴ്സ് കോഡ് വരുന്നത് PCCET 402 ആണ്. ആൻഡ് ഇറ്റ്സ് എ 4 ക്രെഡിറ്റ് കോഴ്സ്. നമ്മളൊരു നോളജിൻ്റെ ബേസിസിലാണേലും അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ ബേസിലാണേലും നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. കാരണം പലപ്പോഴും ഇതിലെ ക്വസ്റ്റ്യൻസ് കോമ്പറ്റേറ്റീവ് എക്സാംസിനെല്ലാം കൂടുതലായിട്ട് ചോദിച്ച് കാണാറുണ്ട്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് വളരെ കൂടുതലായിട്ട് സപ്ലി അടിച്ച് കാണുന്ന ഒരു സബ്ജക്ട്സിൽ വരുന്ന ഒരു സബ്ജക്റ്റാണ് ഈ സോയിൽ മെക്കാനിക്സ്. അതിൻ്റെ മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ആക്ച്വലി ഒരു ഈക്വൽ വെയിറ്റേജ് ആണ്. ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ പ്രോബ്ലംസ് കൂടുതലായിട്ട് കാണാറുണ്ട്, പക്ഷെ ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ തിയറി ആയിരിക്കും കൂടുതലായിട്ട് കാണുന്നത്. ഈക്വൽ വെയിറ്റേജ് ആണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കുമ്പോൾ തിയറി ക്വസ്റ്റ്യൻസ് മൊത്തം പഠിച്ചിട്ട് പോവാം, പ്രോബ്ലംസ് എല്ലാം സ്കിപ്പ് ചെയ്യാം, നമുക്ക് എങ്ങനെയും പാസ്സാവാൻ പറ്റും എന്നൊക്കെ. പക്ഷേ ബേസിക്കലി അങ്ങനെ പറയുന്ന പല സിറ്റുവേഷൻസിലും കൂടുതലായിട്ട് പ്രോബ്ലംസ് വന്ന് കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ തിരിച്ചു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തിയറി മാത്രം പഠിച്ചു പോവുക അല്ലെങ്കിൽ പ്രോബ്ലംസ് മാത്രം പഠിച്ചു പോവുക എന്നുള്ളൊരു ഓപ്ഷൻ പലപ്പോഴും KTUവിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നാറില്ല. അതുകൊണ്ടും കൂടെയാണ് ഇതിന് കൂടുതലായിട്ട് സപ്ലി എല്ലാം വരുന്നത്. അടുത്ത പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഇക്വേഷൻസ് ഉണ്ട്. ഈ ഇക്വേഷൻസ് എല്ലാം ഇന്റർ കണക്റ്റഡ് ഇക്വേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിലെ കുറേ ഇക്വേഷൻസ് തന്നെ ബാക്കി മൊഡ്യൂൾസിലെ പ്രോബ്ലംസ് ചെയ്യണമെങ്കിലും വേണം. അപ്പം അതുകൊണ്ട് തന്നെ ഇക്വേഷൻസ് എന്തെങ്കിലും ഒരെണ്ണം തെറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കംപ്ലീറ്റ് ആയിട്ട് തെറ്റുകയും ചെയ്യും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ സബ്ജക്റ്റ് അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. അപ്പം ഇതിൻ്റെ തിയറി ക്ലാസ് എല്ലാം നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തതാണ്. അതുപോലെ കുറേ പ്രാക്ടീസ് പ്രോബ്ലംസും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് എല്ലാം വൺസിൻ്റെ ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം നിങ്ങൾക്ക് കാണാം. ഇന്നത്തെ ഈ ഒരു സെഷനിൽ ദിസ് ഇസ് ആക്ച്വലി ഒരു ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ സീരീസ് അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം അനലൈസ് ചെയ്ത് അതിൽ കൂടുതലായിട്ട് റിപ്പീറ്റഡ്ലി ചോദിച്ച ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എക്സാംസിന് ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രത്യേക സീരീസ് ആണ് ഈ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ സീരീസ്. സോ വെൽക്കം ടു ദി ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ സീരീസ് ഫോർ ദി സോയിൽ മെക്കാനിക്സ്. ഇതിനകത്ത് ഞാൻ ഓരോ മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിൽ വരാവുന്ന അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. സോ ഇതിൽ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഗോ ബാക്ക് ടു ദി വീഡിയോസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ്, ദെൻ യു പ്ലീസ് കം ബാക്ക് അഗെയിൻ. ഓക്കെ, സോ ഫസ്റ്റ് മൊഡ്യൂൾ ഇസ് ഓൾ അബൌട്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഫസ്റ്റ് മൊഡ്യൂൾ ഇസ് ഓൾ അബൌട്ട് ദ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ദ സോയിൽ. So it is actually the nature of soil and functional relationships. അപ്പോൾ പ്രോബ്ലംസോ അല്ലെങ്കിൽ അതിൽ ബാക്കി ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പേ ആയിട്ട് ഐ ജസ്റ്റ് വോണ്ട് ടു ഗീവ് എ ബ്രീഫ് അബൌട്ട് ദി മോഡ്യൂൾ അല്ലെങ്കിൽ കണ്ടന്റ്സ് ഓഫ് ദ മോഡ്യൂൾ. ഓക്കെ, സോ ഈ ഒരു മോഡ്യൂളിൽ വരുന്നത് മെയിൻലി ആസ് ദ ടൈറ്റിൽ ഇൻഡിക്കേറ്റ്സ് നേച്ചർ ഓഫ് സോയിൽ ആൻഡ് ഫങ്ഷണൽ റിലേഷൻഷിപ്സ് ആണ്. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. ഈ ഒരു മൊഡ്യൂൾ പഠിക്കാണ്ട് നമുക്ക് ബാക്കി മൊഡ്യൂൾസ് പഠിക്കാൻ പറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിലെ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് ഈ ബാക്കി കാര്യങ്ങളുടെ കോൺസെപ്റ്റിൻ്റെ എല്ലാം ലൈക്ക് ഒരു ബേസിക് അടിത്തറ എന്ന് പറയുന്നത് ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിലെ കണ്ടന്റ്സ് ആണ്. അപ്പം അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. സോ ഇതിനകത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. എന്താണ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതായത് സ്കോപ്പ് എന്താണ്, അതുപോലെ തന്നെ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്താണ്, സോയിൽ മെക്കാനിക്സ് എന്താണ്, ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗ് എന്താണ്, റോക്ക് മെക്കാനിക്സ് എന്താണ്, കുറച്ച് ടേംസ് ഉണ്ട് ഈ സോയിൽ മെക്കാനിക്സ് റിലേറ്റഡ് ആയിട്ടുള്ളത്. സോ അതിൻ്റെയൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഇനീഷ്യലി ഈ മൊഡ്യൂളിൽ പറയുന്നത്. ആഫ്റ്റർ ദാറ്റ് ദ സോയിൽ ഫോർമേഷൻ, സോയിൽ എങ്ങനെ ഫോം ചെയ്യുന്നു, സോയിൽ ഫോം ചെയ്യുമ്പോൾ അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളും ദെൻ ട്രാൻസ്പോർട്ടിങ് ഏജൻസീസും ജിയോളജിക് സൈക്കിൾ, അത് 1 or 2 ടൈംസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ജിയോളജിക് സൈക്കിൾ, എക്സ്പ്ലെയിൻ ജിയോളജിക് സൈക്കിൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജിയോളജിക് സൈക്കിളും പിന്നെ മെയിൻലി ആഫ്റ്റർ ഫോർമേഷൻ ക്ലാസിഫിക്കേഷൻ ഓഫ് സോയിൽ, സോയിലിൻ്റെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ ഫോർമേഷൻ, ബേസ്ഡ് ഓൺ ദ പാർട്ടിക്കിൾ സൈസ്. ഓക്കെ, പല രീതിയിൽ നമ്മൾ സോയിലിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സോ ആ സോയിലിൻ്റെ ക്ലാസിഫിക്കേഷനും എല്ലാം ഇനീഷ്യൽ പോർഷനിലാണ് വരുന്നത്.
Then we have the major soil deposits in India. ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും കണ്ടുവരുന്ന സോയിൽ ഡെപ്പോസിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. ഇത് പലപ്പോഴും എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇന്നത്തെ ഷുവർ ഷോർട്ട് സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ 3-phase സിസ്റ്റം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്. ഈ 3-phase സിസ്റ്റം എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ മിനിമം ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഇല്ലാതെ നമുക്ക് ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് ഇടാൻ പറ്റത്തില്ല. ഓക്കെ, അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-phase സിസ്റ്റം ആണ് ദ ബേസിസ് ഓഫ് സോയിൽ മെക്കാനിക്സ്. നമ്മൾ സോയിൽ മെക്കാനിക്സിന്റെ പ്രോപ്പർട്ടീസ് ആയിക്കോട്ടെ, അതുപോലെ ഈ സോയിലിന്റെ ബിഹേവിയർ സ്റ്റഡി ചെയ്യുക അല്ലെങ്കിൽ സോയിലിനെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ വി നീഡ് ടു നോ 3-phase സിസ്റ്റം. അപ്പോൾ 3-phase സിസ്റ്റവും അതിന്റെ ബേസിസിൽ സോയിലിന്റെ പ്രോപ്പർട്ടീസും എല്ലാം നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഈ പ്രോപ്പർട്ടീസ് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് ആയിട്ട് പറയുന്നത് വോയിഡ് റേഷ്യോ, പോറോസിറ്റി, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, എയർ കണ്ടന്റ്, വാട്ടർ കണ്ടന്റ്, സ്പെസിഫിക് ഗ്രാവിറ്റി, യൂണിറ്റ് വെയിറ്റ്, ഇത്രയാണ് സിലബസിൽ പറയുന്നത്. സോ ഇതിൽ മെയിൻ ആയിട്ട് ഒരു എയർ കണ്ടന്റിന്റെ കൂടെ തന്നെ പെർസെൻറ്റേജ് എയർ വോയിഡ്സ് എന്ന് പറഞ്ഞൊരു പാരാമീറ്റർ കൂടെ ഉണ്ട്. ദാറ്റ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ വരുന്നത് ഡെൻസിറ്റി ആണ്, ഡെൻസിറ്റിയും യൂണിറ്റ് വെയിറ്റും എല്ലാം. അപ്പൊ ഈ പ്രോപ്പർട്ടീസ് എല്ലാം പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് തിയറി ക്ലാസ്സിലെല്ലാം. നിങ്ങൾ തിയറി വീഡിയോസ് എല്ലാം കണ്ടു കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം റിക്കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പൊ ഈ പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓരോ പ്രോപ്പർട്ടി ഡിസ്കസ് ചെയ്യുന്ന സമയത്തും നമ്മൾ അതിന്റെ ഇക്വേഷൻസും അതിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ആഫ്റ്റർ ദാറ്റ് ഈ ഓരോ പ്രോപ്പർട്ടിയും അല്ലെങ്കിൽ പാരാമീറ്ററും തമ്മിലുള്ള ഒരു ഇന്റർ റിലേഷൻഷിപ്സും കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് ഈ വോയിഡ് റേഷ്യോയും പോറോസിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ദെൻ ഡിഗ്രി ഓഫ് സാച്ചുറേഷനും എയർ കണ്ടന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഡിഗ്രി ഓഫ് സാച്ചുറേഷനും പെർസെൻറ്റേജ് എയർ വോയിഡ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ദെൻ വാട്ടർ കണ്ടന്റിന്റെ ഇക്വേഷൻ, സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ടൈപ്സ്, ദെൻ സ്പെസിഫിക് ഗ്രാവിറ്റി ഡെൻസിറ്റിയുടെ ടേംസിലും യൂണിറ്റ് വെയിറ്റിന്റെ ടേംസിലും നമ്മൾ പറയുന്നുണ്ട്. പിന്നെ ഡെൻസിറ്റിയും യൂണിറ്റ് വെയിറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അങ്ങനെ എല്ലാ ഇന്റർ റിലേഷൻഷിപ്സും അതെല്ലാം കൂടാണ്ട് തന്നെ നമുക്ക് വേറെ ഒരു 5 or 6 ഇമ്പോർട്ടൻറ്റ് ഇന്റർ റിലേഷൻഷിപ്സ് ഉണ്ട്. അതായത് വോയിഡ് റേഷ്യോ, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, സ്പെസിഫിക് ഗ്രാവിറ്റി ആൻഡ് വാട്ടർ കണ്ടന്റിന്റെ ഒരു റിലേഷൻഷിപ്പ്, ദെൻ ഡ്രൈ ഡെൻസിറ്റി ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ് എയർ വോയിഡ്സ്, പിന്നെ വരുന്നത് ഡ്രൈ ഡെൻസിറ്റി ഇൻ ടേംസ് ഓഫ് അല്ലെങ്കിൽ ഡെൻസിറ്റി ഇൻ ടേംസ് ഓഫ് വോയിഡ് റേഷ്യോ, സ്പെസിഫിക് ഗ്രാവിറ്റി, ഡെൻസിറ്റി ഓഫ് വാട്ടർ, അങ്ങനെ കുറേ ഇന്റർ റിലേഷൻഷിപ്സും കൂടെ പഠിക്കുന്നുണ്ട്. ഇതിൽ ഈ ഇന്റർ റിലേഷൻഷിപ്സ് പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ഇതിന്റെ ഡെറിവേഷൻ കൂടെ പഠിക്കാനുണ്ട്. പലപ്പോഴും 1-2 ഡെറിവേഷൻസ് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാൻ പറ്റാറുണ്ട്. അപ്പോൾ ഡെറിവേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇക്വേഷൻ പഠിക്കുന്നതിന്റെ പോലെ തന്നെ. അതാണ് ഈ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബേസിക് സോയിൽ പ്രോപ്പർട്ടീസ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ അതിനകത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് റിലേറ്റീവ് ഡെൻസിറ്റി. അതൊരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. റിലേറ്റീവ് ഡെൻസിറ്റി എന്താണെന്നുള്ളതും പിന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്. അപ്പോൾ ഈ ന്യൂമറിക്കൽ റിലേഷൻഷിപ്സ് എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ഫസ്റ്റ് ഹാഫിൽ ഫസ്റ്റ് മോഡ്യൂളിൽ കണ്ടൻസ് ആയിട്ട് വരുന്നത്. അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ എല്ലാ പ്രോപ്പർട്ടീസും ഡിസ്കസ് ചെയ്തു, പ്രോപ്പർട്ടീസ് എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് അറിയാം എന്തൊക്കെയാണ് സോയിലിന്റെ പ്രോപ്പർട്ടീസ്, അത് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള കാര്യങ്ങൾ, അതായത് ഇക്വേഷൻസ് എല്ലാം നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത പോർഷൻ വരുന്നത് ഈ പ്രോപ്പർട്ടീസിനെ എല്ലാം എങ്ങനെയാണ് ലബോറട്ടറി മെത്തേഡ്സ് വെച്ചിട്ട് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത് ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഇതിലെ മെയിൻലി എല്ലാ പ്രോപ്പർട്ടീസും എടുത്തില്ലെങ്കിലും ഇതിൽ മെയിൻ ആയിട്ടുള്ള വാട്ടർ കണ്ടന്റ്, സ്പെസിഫിക് ഗ്രാവിറ്റി ആൻഡ് ഫീൽഡ് ഡെൻസിറ്റി, ഈ 3 പാരാമീറ്റേഴ്സ് എങ്ങനെയാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നാണ് പിന്നെ സെക്കൻഡ് ഹാഫിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കാൻ നമുക്ക് കുറേ മെത്തേഡ്സ് ഉണ്ടെങ്കിലും സിലബസിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് ഓവൻ ഡ്രൈയിങ് മെത്തേഡാണ്. അപ്പോൾ വീഡിയോയിൽ നമ്മൾ എല്ലാ മെത്തേഡ്സും ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓവൻ ഡ്രൈയിങ് മെത്തേഡ് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രൊസീജിയർ ഉണ്ട്, അതിൻ്റെ അവസാനം ഒരു ഇക്വേഷൻ ഉണ്ട്, എന്നിട്ട് എങ്ങനെയാണ് നമ്മൾ വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കുന്നത് യൂസിങ് ഓവൻ ഡ്രൈയിങ് മെത്തേഡ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്.
ദെൻ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാനും ഇതുപോലെ തന്നെ നമുക്ക് കുറെ മെത്തേഡ്സ് ഉണ്ട്. സിലബസിൽ പറഞ്ഞിരിക്കുന്നത് പൈക്നോമീറ്റർ മെത്തേഡും സ്പെസിഫിക് ഗ്രാവിറ്റി ബോട്ടിൽ മെത്തേഡ് അല്ലെങ്കിൽ ഡെൻസിറ്റി ബോട്ടിൽ മെത്തേഡാണ്. അപ്പോൾ ഈ രണ്ട് മെത്തേഡ്സുമാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുള്ളത്. Then comes the determination of field density by sand replacement method and core cutter method. അപ്പോൾ ഫീൽഡ് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും അഗെയിൻ നമ്മൾ രണ്ട് മെത്തേഡ്സ് ആണ് യൂണിവേഴ്സിറ്റി സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. ആ രണ്ട് മെത്തേഡ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് തന്നെയാണ്. സാൻഡ് റീപ്ലേസ്മെന്റ് മെത്തേഡും കോർ കട്ടർ മെത്തേഡും. അതിൻ്റെയും പ്രൊസീജിയറും ഡീറ്റെയിൽസും എല്ലാം നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഈ ഡിറ്റർമിനേഷൻ്റെ തന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസ്. അത് ഓരോന്നിൻ്റെയും പ്രൊസീജിയർ പഠിക്കണം, ഇക്വേഷൻസും പഠിക്കണം, ആ ഇക്വേഷൻസ് വെച്ചിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസും നമുക്ക് പഠിക്കണം. പിന്നെ ഒരു ചെറിയ രണ്ട് ടോപ്പിക്സ്, അതായത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന രണ്ട് ടോപ്പിക്സും കൂടിയാണ് പിന്നെ ഈ മൊഡ്യൂളിൽ വരുന്നത്. വൺ സോയിൽ സ്ട്രക്ചർ. എന്താണ് സോയിൽ സ്ട്രക്ചർ എന്നും ടൈപ്സ് ഓഫ് സോയിൽ സ്ട്രക്ചർ. സോയിൽ സ്ട്രക്ചറിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസിഫിക്കേഷൻ കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്ട്രക്ചറൽ യൂണിറ്റ്സ് ഓഫ് ക്ലേ മിനറൽസ് ആൻഡ് ടൈപ്സ് ഓഫ് ക്ലേ മിനറൽസ്. ക്ലേ മിനറൽസിന്റെ സ്ട്രക്ചറൽ യൂണിറ്റ്സും പിന്നെ 3 ടൈപ്പ് ക്ലേ മിനറൽസും അതിന്റെ കമ്പാരിസണും എല്ലാം കൂടെ വരുന്ന ഒരു അടുത്ത ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഔട്ട്സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മളിങ്ങനെ നോക്കുവാണെങ്കിൽ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഈ 3 phase സിസ്റ്റത്തിനാണ്. 3 phase സിസ്റ്റം പഠിക്കാതെ ആരും എക്സാം ഹാളിൽ പോകരുത്. കാരണം 3 phase സിസ്റ്റം ഇല്ലാണ്ട് നിങ്ങൾക്ക് സെക്കൻഡ് മൊഡ്യൂളിലാണെങ്കിൽ ഒന്നും പ്രോബ്ലം ചെയ്യണം പ്രോപ്പറായിട്ട് പറ്റണം എന്നില്ല. കാരണം പലപ്പോഴും ഡെൻസിറ്റി ഒന്നും തന്നിട്ടുണ്ടാവില്ല, പകരം വോയിഡ് റേഷ്യോ പോറോസിറ്റി ഒക്കെ ആയിരിക്കും തന്നിട്ടുള്ളത്. അതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് പിന്നെ ഡെൻസിറ്റി കണ്ടുപിടിക്കേണ്ടി വരും, അല്ലെങ്കിൽ വേറെ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ ആ പാരാമീറ്റർ കണ്ടുപിടിക്കാൻ പറ്റാതെ പിന്നെ എങ്ങനെയാണ് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലെയോ തേർഡ് മൊഡ്യൂളിലെയോ ഒക്കെ പ്രോബ്ലം ചെയ്യുന്നത് അല്ലേ? അപ്പൊ അതുകൊണ്ട് 3 phase സിസ്റ്റത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ആദ്യം കൊടുക്കുക. 3 phase സിസ്റ്റവും അതിന്റെ ഇക്വേഷനും 3 phase സിസ്റ്റത്തിന്റെ ഡയഗ്രവും എല്ലാം നന്നായിട്ട് തറോ ആയിട്ട് പഠിക്കുക. ഈ പാരാമീറ്റേഴ്സ് എല്ലാം പഠിക്കുക, ആ പാരാമീറ്റേഴ്സിന്റെ ഇക്വേഷൻസ് പഠിക്കുക, യൂണിറ്റ്സ് പഠിക്കുക, ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ദെൻ ഈ ഇന്റർ റിലേഷൻഷിപ്സ് ഇക്വേഷൻസ് എല്ലാം തന്നെ പഠിക്കുക. അത്രയും പഠിച്ചാൽ തന്നെ ഈ മൊഡ്യൂളിന്റെ ഓൾമോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളായി. ഇൻഫാക്ട് പറയുവാണെങ്കിൽ അതൊരു 50% ആയി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, എന്നിട്ട് കുറച്ച് പ്രോബ്ലംസും കൂടെ ചെയ്ത് നോക്കുക. എല്ലാം ചെയ്ത് പഠിക്കുക, ചുമ്മാ നോക്കി പഠിക്കരുത്. കാരണം കുറെ ഇന്റർ റിലേഷൻഷിപ്സ് ആയതുകൊണ്ട് തന്നെ ചെയ്ത് പഠിക്കുമ്പോഴാണ് നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ. നമുക്കിങ്ങനെ ആ പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് എഴുതി വെച്ച് കാണുമ്പോൾ ഓക്കെ, ഈ ഇക്വേഷൻ എനിക്ക് ഇവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന പാരാമീറ്റർ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നൊരു ഐഡിയ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഫസ്റ്റ് മൊഡ്യൂളില് ഇമ്പോർട്ടൻ്റ് കണ്ടൻസ് ആയിട്ട് വരുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രോബ്ലംസിലേക്ക് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിലോട്ട് കടന്നാലോ? ഓക്കെ, അപ്പൊ ഈ എക്സാമിന് വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്ന അല്ലെങ്കിൽ വരാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഞാൻ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ വായിക്കാം. യൂസിങ് ഫേസ് ഡയഗ്രാം ഡിഫൈൻ ദ ടേംസ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, വോയിഡ് റേഷ്യോ, സ്പെസിഫിക് ഗ്രാവിറ്റി ആൻഡ് വാട്ടർ കണ്ടന്റ്. ഓക്കെ, സോ യൂസിങ് ഫേസ് ഡയഗ്രാം ഡിഫൈൻ ദ ടേംസ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, വോയിഡ് റേഷ്യോ, സ്പെസിഫിക് ഗ്രാവിറ്റി ആൻഡ് വാട്ടർ കണ്ടന്റ്. ഇപ്പോൾ ചുമ്മാ നിങ്ങളോട് ഡിഫൈൻ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, വോയിഡ് റേഷ്യോ, സ്പെസിഫിക് ഗ്രാവിറ്റി ആൻഡ് വാട്ടർ കണ്ടന്റ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ, ചുമ്മാ നിങ്ങൾക്ക് അതൊരു ഡെഫിനിഷൻ ബൈ ഹാർട്ട് ചെയ്തൊരു ഡെഫിനിഷനും അതിന്റെ ഇക്വേഷനും എഴുതി വെച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ യൂസിങ് ഫേസ് ഡയഗ്രാം എന്ന് പറഞ്ഞതുകൊണ്ട് യു നീഡ് ടു ഡ്രോ ദ ഫേസ് ഡയഗ്രാം. ഓക്കെ, അപ്പോൾ ഫേസ് ഡയഗ്രാം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇതാണ് ഫേസ് ഡയഗ്രാം. ഫേസ് ഡയഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരുന്നു? സോയിലിനെ, നമ്മൾ എൻറ്റയർ സോയിൽ മാസിനെ ഫോർ ദി ഈസിനെസ് നമ്മളൊരു ഐഡിയൽ സിസ്റ്റമായിട്ട് ഒരു ഐഡിയൽ കണ്ടീഷൻ കൺസിഡർ ചെയ്യാണ്. ഇപ്പൊ ഈ ഒരു എൻറ്റയർ സോയിൽ മാസിനെ ആസ് സച്ച് എടുത്ത് നമ്മൾ പാരാമീറ്റേഴ്സോ എന്തെങ്കിലും ഡിറൈവ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ സ്റ്റഡി ചെയ്യാനോ നോക്കുവാണെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് സിസ്റ്റം. കാരണം സോയിലും വാട്ടറും സോയിൽ പാർട്ടിക്കിൾസും വാട്ടറും എയറും എല്ലാം ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു
മെറ്റീരിയൽ സാമ്പിൾ അല്ലെങ്കിൽ ഒരു സിസ്റ്റമാണ് സോയിൽ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ ആസ് സച്ച് എടുക്കുമ്പോൾ ഇറ്റ് വിൽ ബി ഡിഫിക്കൾട്ട് ഫോർ us ടു അണ്ടർസ്റ്റാൻഡ് ദ തിങ്സ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ സോയിലിനെ ഒരു ഐഡിയൽ സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യും. എന്നിട്ട് ആ സോയിൽ മാസിലെ സോളിഡ്സിനെ എല്ലാം ഇങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്ത് ഏറ്റവും ബോട്ടം ലെയർ ആയിട്ട് കൺസിഡർ ചെയ്യും. എന്നിട്ട് അതിൽ വാട്ടർ പാർട്ടിക്കിൾസിനെ മാത്രം എടുത്തിട്ട് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് ഈ സോളിഡ് പാർട്ടിക്കിൾസിന്റെ ലെയറിന്റെ മുകളിൽ സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കും. ദെൻ ദ റിമൈനിങ് പോർഷൻ ഇസ് എയർ. അങ്ങനെ ആവുമ്പോൾ നമുക്ക് പറയാം ഇത് സോളിഡ്സിന്റെ മാത്രം വോളിയമാണ്, ഇത് വാട്ടറിന്റെ മാത്രം വോളിയമാണ്, ഇത് എയറിന്റെ മാത്രം വോളിയാണ്. ആൻഡ് എയറിന്റെ വോളിയത്തിന് നമ്മൾ VA എന്ന് റെപ്രസെന്റ് ചെയ്യും, വാട്ടറിന്റെ വോളിയത്തിന് വോളിയം VW എന്ന് പറയും, ആൻഡ് VS ഇസ് ദി വോളിയം ഓഫ് സോളിഡ്സ് ആൻഡ് V ഇസ് ദ ടോട്ടൽ വോളിയം. പിന്നെ സോളിഡ്സ് കഴിഞ്ഞ് ബാക്കിയുള്ള കംപ്ലീറ്റ് ഏരിയ എന്ന് പറയുന്നത് വോയിഡ് സ്പേസ് ആണ്. ഈ വോയിഡ് സ്പേസിലാണ് വാട്ടർ ഫില്ലാവുന്നത് അല്ലെങ്കിൽ വാട്ടർ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, സോളിഡ് സ്പേസ് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി വരുന്ന സ്പേസ് കംപ്ലീറ്റ്ലി വോയിഡ് സ്പേസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സോളിഡ്സിന്റെ വോളിയം അതിന്റെ ബാക്കി വോളിയം വരുന്നത് നമ്മൾ വോളിയം ഓഫ് വോയിഡ്സ് ആയിട്ട് എടുക്കും. ഓക്കെ, അതുപോലെ തന്നെ കറസ്പോണ്ടിങ് വെയിറ്റ് ഈ സൈഡിൽ മാർക്ക് ചെയ്യും. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ വോളിയം, റൈറ്റ് സൈഡിൽ മാസും തന്നെ എപ്പോഴും മാർക്ക് ചെയ്യണം, തിരിച്ചു മാർക്ക് ചെയ്യരുത്. അത് ഈ 3 ഫേസ് ഡയഗ്രാം വരയ്ക്കുന്നതിന്റെ ഒരു സ്റ്റാൻഡേർഡ് തിങ് ആണ് നമ്മൾ അങ്ങനെ മാർക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പൊ റൈറ്റ് സൈഡിൽ മാസ് മാർക്ക് ചെയ്യും, മാസ് ടോട്ടൽ മാസിനെ M ആയിട്ട് റെപ്രസെന്റ് ചെയ്യും, എയറിന്റെ മാസിനെ MA, ദെൻ മാസ് ഓഫ് വാട്ടർ ഇസ് MW ആൻഡ് മാസ് ഓഫ് സോളിഡ്സ് ഇസ് MS. അല്ലെങ്കിൽ ഇനി വെയിറ്റ് ആണെങ്കിൽ W ഇൻ ടേംസ് ഓഫ് W എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് 3 ഫേസ് ഡയഗ്രാം. ഈ 3 ഫേസ് ഡയഗ്രത്തിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇനി ആ 3 ഫേസ് ഡയഗ്രത്തിന്റെ ബേസിസിലായിരുന്നു നമ്മൾ സോയിലിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 4 പാരാമീറ്റേഴ്സ് ആണ്. അതിൽ 1 ഇസ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് S ആയിട്ടാണ്. പിന്നെ ഇത് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറയുന്നത് വോയിഡ് സ്പേസിൽ എന്തോരം വാട്ടർ ഫില്ല് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു ക്വാണ്ടിഫിക്കേഷൻ ആണ് ഈ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ആക്ച്വലി ദി വോളിയം ഓഫ് വാട്ടർ ടു ദി റേഷ്യോ ഓഫ് വോളിയം ഓഫ് വാട്ടർ ടു ദി വോളിയം ഓഫ് വോയിഡ്സ് ആണ്. യൂഷ്വലി നമ്മൾ പെർസെൻറ്റേജിലാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇൻറ്റു 100. ഓക്കെ, ഫുള്ളി സാച്ചുറേറ്റഡ് ആണെങ്കിൽ 100% ആണ്, അൺസാച്ചുറേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ ഡ്രൈ സോയിൽ ആണെന്നുണ്ടെങ്കിൽ 0 ആണ്. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്താണ് തിയറി പറയുന്നുള്ളൂ, ബിക്കോസ് വി ഡോണ്ട് ഹാവ് മച്ച് ടൈം ഫോർ ദാറ്റ്. സോ കാരണം ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ബ്രീഫ് ചെയ്ത് പോകുന്നത്. ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാന്നുള്ളതൊന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം എന്നുള്ളതുകൊണ്ട്. സി, എക്സാമിന് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഗർ പ്രോപ്പർ ആയിട്ട് വരച്ചിട്ടുണ്ടാവണം, പിന്നെ ഡെഫിനിഷൻ ഉണ്ടാവണം. ഓക്കെ, ഡെഫിനിഷൻ പറയുമ്പോൾ തന്നെ അതിന്റെ ടേംസ്, അതായത് അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതും കൂടെ ബ്രാക്കറ്റിൽ മാർക്ക് ചെയ്തിട്ട് പോവുക, സോ ദാറ്റ് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇക്വേഷൻ മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡെഫിനിഷൻ ഉണ്ടാവണം, ഇക്വേഷൻ എഴുതിയിട്ടുണ്ടാവണം. ഇത് രണ്ടും കമ്പൽസറി ആണ്. ഈ രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ മാർക്ക് കിട്ടില്ല. ഓക്കെ, ദെൻ ഇതിപ്പോ ഒരു 5 മാർക്സിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഈ ഡെഫിനിഷനും ഇക്വേഷനും പിന്നെ ആ മെയിൻ ഫിഗറും മാത്രം തന്നെ മതി. അതല്ല, സപ്പോസ് ഇനി 10 മാർക്സിനൊക്കെയാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ ഇപ്പോൾ ഈ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ പറഞ്ഞില്ലേ, അതായത് 0% ആവുന്നത് എപ്പോഴാണ്, 100% ആവുന്നത് എപ്പോഴാണ്, പിന്നെ ഫുള്ളി സാച്ചുറേറ്റഡ് കേസിന്റെ 2 ഫേസ് ഡയഗ്രാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വരയ്ക്കാം. അപ്പോഴൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ മാർക്ക് കിട്ടും. ഓക്കെ, ദെൻ വോയിഡ് റേഷ്യോ. വോയിഡ് റേഷ്യോ എന്ന് പറയുന്നത് വോളിയം ഓഫ് വോയിഡ്സ് ടു ദി വോളിയം ഓഫ് സോളിഡ്സ് ആണ്. സോ അത് തന്നെയാണ് ഡെഫിനിഷനും വരുന്നത്. ഇക്വേഷൻ എഴുതുക, അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് E എന്ന് പറഞ്ഞ സ്മോൾ ലെറ്റർ E വെച്ചിട്ടാണ്. അപ്പൊ അത് കാണിക്കുക. ദെൻ എക്സ്ട്രാ മാർക്ക് ആണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളും കൂടെ എക്സ്ട്രാ ഞാൻ തിയറിയിൽ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ തന്ന മെറ്റീരിയലിലുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്, അതും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യുക. അതായത് 2 പോയിന്റ്സും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യുക എല്ലാറ്റിലും. ഇപ്പൊ ഞാൻ എഴുതിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു 2 പോയിന്റ്സും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്താൽ മതി. പിന്നെ വരുന്നത് വാട്ടർ കണ്ടന്റ് ആണ്. വാട്ടർ കണ്ടന്റ് എന്ന് പറയുന്നത് ദി എമൗണ്ട് ഓഫ് വാട്ടർ പ്രസന്റ് ഇൻ സോയിൽ ആണ് ഉദ്ദേശിക്കുന്നത്. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് W, സ്മോൾ ലെറ്റർ W അല്ലെങ്കിൽ
സ്മോൾ ലെറ്റർ എം വെച്ചിട്ടാണ്. ഇതെന്ന് പറയുന്നത് റേഷ്യോ ഓഫ് മാസ് ഓഫ് വാട്ടർ ടു ദി മാസ് ഓഫ് സോളിഡ്സ് ആണ്. ഇത്രയും എഴുതിയാൽ മതി ഒരു 5 മാർക്സിനൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ. അതല്ല 3 മാർക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് പറയുക, നമ്മൾ വാട്ടർ കണ്ടന്റിനെ ഈ മാസ് ഓഫ് വാട്ടർ ബൈ മാസ് ഓഫ് സോളിഡ്സിന്റെ കേസിലും അല്ലെങ്കിൽ ആ രീതിയിലും റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അതിന്റെ കൂടെ തന്നെ ഈ മാസ് ഓഫ് സോളിഡ്സിന് പകരം ടോട്ടൽ മാസ് എടുത്തിട്ടും നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ടെന്ന് പറയാ. അതിന്റെ ഇക്വേഷനും കാണിക്കുക. പക്ഷെ ജനറലി വി കൺസിഡർ മാസ് ഓഫ് വാട്ടർ ബൈ മാസ് ഓഫ് സോളിഡ്സ് എന്നുള്ള ഒരു ഇക്വേഷൻ ആണെന്ന് പറയാം. അത്രയും കൂടെ ഇതിൽ എക്സ്ട്രാ പറയണം കേട്ടോ. നെക്സ്റ്റ് കംസ് ദി സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സോളിഡ്സ്. സ്പെസിഫിക് ഗ്രാവിറ്റീനെ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ ജി വെച്ചിട്ടാണ് അല്ലെ. പിന്നെ ഈ ഒരു ഇക്വേഷൻ പറയാ. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇതിന്റെ ഡെഫിനിഷൻ പറയാ. ഓക്കെ, ഡെഫിനിഷൻ പറയുമ്പോൾ ഇത് വെരി ഇമ്പോർട്ടൻറ്റ്. ടെമ്പറേച്ചർ, കാരണം ഇതൊരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റേഷ്യോ ഓഫ് മാസ് ഓർ വെയിറ്റ് ഓഫ് എ ഗിവൺ വോളിയം ഓഫ് സോളിഡ്സ് ടു ദി മാസ് ഓർ വെയിറ്റ് ഓഫ് ആൻ ഈക്വൽ വോളിയം ഓഫ് വാട്ടർ അറ്റ് 4 degrees Celsius. ആ 4 degrees Celsius വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എഴുതാതിരിക്കരുത്. എന്നിട്ട് ഈ ഇക്വേഷൻ എഴുതുക. ഡെൻസിറ്റിയുടെ ടേംസിലാണേലും യൂണിറ്റ് വെയിറ്റിന്റെ ടേംസിലാണേലും എന്നുള്ള രീതിയിൽ ഈ ഇക്വേഷൻ കൂടെ എഴുതുക. ഇനി കൂടുതൽ മാർക്കിന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ 2 ടൈപ്സ് ഉണ്ട്. മാസ് സ്പെസിഫിക് ഗ്രാവിറ്റി, അബ്സല്യൂട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞിട്ട് എഴുതുക. എന്നിട്ട് എന്താണ് മാസ് സ്പെസിഫിക് ഗ്രാവിറ്റി, എന്താണ് അബ്സല്യൂട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി. മാസ് സ്പെസിഫിക് ഗ്രാവിറ്റി ആകുമ്പോൾ ടോട്ടൽ മാസിന്റെ ടേക്ക് രീതിയിൽ കൺസിഡർ ചെയ്യും. ആബ്സല്യൂട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി ആവുമ്പോൾ ആബ്സല്യൂട്ട് മാസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം പറയാ, അത് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുക. ഓക്കെ, അത്രയും ആവുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മാർക്കിന് ഓക്കെ ആയിരിക്കും. പിന്നെ ഇതുകൂടെ എഴുതണേ, അതിന്റെ റേഞ്ച് 2.65 to 2.8 ആണ് യൂഷ്വലി സോയിലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ റേഞ്ച് വരുന്നതെന്നുള്ളതും കൂടെ എഴുതും. ഓക്കെ, പിന്നെ ഇതിൽ ചോദിക്കുന്ന ഒരു വേറെ ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മാസ് സ്പെസിഫിക് ഗ്രാവിറ്റി ആൻഡ് അബ്സല്യൂട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി. അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അത്രയും 4 പാരാമീറ്റേഴ്സ് ഏതൊക്കെയായിരുന്നു? സ്പെസിഫിക് ഗ്രാവിറ്റി, വോയിഡ് റേഷ്യോ, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, പിന്നെ ഏതായിരുന്നു? വാട്ടർ കണ്ടന്റ്. ഓക്കെ, ഈ 4 പാരാമീറ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ആണ്. ഇത് കൂടാതെ ബാക്കി പാരാമീറ്റേഴ്സും ഇതുപോലെ തന്നെ ചോദിക്കും. അതായത് പോറോസിറ്റി, പെർസെൻറ്റേജ് എയർ വോയിഡ്സ്, എയർ കണ്ടന്റ്, പിന്നെ അതുപോലെ തന്നെ ഡെൻസിറ്റി, യൂണിറ്റ് വെയിറ്റ്, എന്തൊക്കെ പാരാമീറ്റേഴ്സ് ഉണ്ടോ ഈ പാരാമീറ്റേഴ്സ് എല്ലാം ഇതുപോലെ തന്നെ ചോദിക്കാം. അപ്പൊ ഞാൻ ഇപ്പൊ ഈ കാണിച്ചതുപോലെ തന്നെ നിങ്ങൾ എക്സ്പ്ലനേഷൻ കൊടുത്താൽ മതി. ഏത് പാരാമീറ്റർ ആണോ ചോദിച്ചിരിക്കുന്നത് ആ പാരാമീറ്ററിന്റെ സബ്ഹെഡിങ് ആയിട്ട് അത് കൊടുക്കുക. അതെന്താണെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ആ രീതിയിൽ കൊടുക്കുക. യൂസിങ് 3 phase ഡയഗ്രാം ആണെങ്കിൽ 3 phase ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, അപ്പൊ അത്രയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന എത്ര മാർക്കിനാണെന്ന് വെച്ചാൽ അതിന്റെ ബേസിസിൽ വേണം കാര്യങ്ങൾ എഴുതാൻ. പിന്നെ വേറൊരു കാര്യം, ഇതിൽ വരുന്ന തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ വോയിഡ് റേഷ്യോ ആൻഡ് പോറോസിറ്റി. ഓക്കെ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പെർസെൻറ്റേജ് എയർ വോയിഡ്സ് ആൻഡ് എയർ കണ്ടന്റ്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഡെൻസിറ്റി ആൻഡ് യൂണിറ്റ് വെയിറ്റ്, ആൻഡ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ വാട്ടർ കണ്ടന്റ് ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി, അല്ലെങ്കിൽ വാട്ടർ കണ്ടന്റ് ആൻഡ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. ഇതെല്ലാം എപ്പോഴും ചോദിക്കാറുള്ള, ഇതിൽ ഈ ഒരെണ്ണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇതെല്ലാം എപ്പോഴും ചോദിക്കുന്ന, മാറ്റി മാറ്റി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നൗ ലെറ്റ്സ് ഗോ ടു ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഡിറൈവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വോയിഡ് റേഷ്യോ ആൻഡ് പോറോസിറ്റി. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇന്റർ റിലേഷൻഷിപ്സ് കുറേ ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് എല്ലാം ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. അതിൽ വളരെ കൂടുതലായിട്ട് ചോദിക്കുന്ന ഒരു, അല്ലെങ്കിൽ പലപ്പോഴും കൂടുതലായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വോയിഡ് റേഷ്യോ ആൻഡ് പോറോസിറ്റി. അപ്പോൾ അതും മാർക്കിനനുസരിച്ച് ചെയ്യുക. മാർക്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ ആദ്യം എന്താണ് വോയിഡ് റേഷ്യോ, എന്താണ് പോറോസിറ്റി എന്ന് ഒരു ഡെഫിനിഷൻ കൊടുക്കുക. ആദ്യം വോയിഡ് റേഷ്യോ എഴുതുക, അതിൻ്റെ ഇ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് എഴുതുക. ഇ ഈസ് ഈക്വൽ ടു എന്താ പറയുക, അതിൻ്റെ ഇക്വേഷൻ എഴുതുക. അതുപോലെ പോറോസിറ്റിയും എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, എന്താണെന്ന് ഡെഫിനിഷൻ എഴുതുക, അതിൻ്റെ ഇക്വേഷൻ എഴുതുക. എന്നിട്ട് വേണം ഈ ഡെറിവേഷൻ കാണിക്കാൻ. ഓക്കെ, അതല്ല 3 or 5 മാർക്സിനൊക്കെയാണ് ചോദിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇന്റർ റിലേഷൻഷിപ്പ് അതായത് ഡിറൈവ് ചെയ്ത് വെക്കാം.
ഓക്കെ, 3 മാർക്സിനാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഡെറിവേഷൻ മാത്രം എഴുതേണ്ടത്. അതല്ല 5-നാണെങ്കിലും നിങ്ങൾ ആ ഒരു ഡെഫിനിഷൻ കൂടെ എഴുതിക്കോളും. അങ്ങനെയാകുമ്പോൾ പെർഫെക്റ്റ് ആണ്. ഓക്കെ, ഇനി കമ്മിങ് ടു ദി ഡെറിവേഷൻ. ഇപ്പൊ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഫസ്റ്റ് എന്നിന്റെ ഇക്വേഷൻ എഴുതണം. എന്നിട്ട് ഈ എന്നിന്റെ ഇക്വേഷൻ നമുക്കറിയാം വോളിയം ഓഫ് വോയിഡ്സ് ബൈ ടോട്ടൽ വോളിയം ആണ്. അപ്പൊ ഈ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് VS പ്ലസ് VV ആണ്. അതായത് വോളിയം ഓഫ് സോളിഡ്സ് പ്ലസ് വോളിയം ഓഫ് വോയിഡ്സ് ആണ്. സോ ഈ വിനെ നമുക്ക് VS പ്ലസ് V വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. എന്നിട്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും VS വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ന്യൂമറേറ്ററിൽ നമുക്ക് VV ബൈ VS എന്ന് വരും. ഡിനോമിനേറ്ററിൽ VS പ്ലസ് VV ബൈ VS എന്ന് പറയും. അപ്പൊ ഈ VS ഡിനോമിനേറ്ററിലെ VS പ്ലസ് VV ബൈ VSല് ഈ VS ബൈ VS നമുക്ക് 1 ആയിട്ട് എടുത്ത് പ്ലസ് VV ബൈ VS എന്ന് എഴുതാം. അങ്ങനെ വരും താഴെ ഡിനോമിനേറ്ററിൽ. ഓക്കെ, ഇനി VV ബൈ VS എന്ന് പറയുന്നത് എന്താണ്? വോയിഡ് റേഷ്യോ ആണ്. സോ ഈ VV ബൈ VSനെ വോയിഡ് റേഷ്യോ വെച്ച് റീപ്ലേസ് ചെയ്യുക. then you will get it as E by 1 plus E. ഓക്കെ, അത് തന്നെ തിരിച്ചു വീണ്ടും നമുക്ക് ഈയുടെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് പോറോസിറ്റിയും എഴുതാം. അപ്പോൾ 2 ഇക്വേഷൻസ് ആണ് ഈ ഇന്റർ റിലേഷൻഷിപ്സ് വരുന്നത്. വോയിഡ് റേഷ്യോ ഇൻ ടേംസ് ഓഫ് പോറോസിറ്റി ആൻഡ് പോറോസിറ്റി ഇൻ ടേംസ് ഓഫ് വോയിഡ് റേഷ്യോ. ഓക്കെ, 2 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുക ഡിറൈവ് ദ റിലേഷൻഷിപ്പ് ഓർ ഡിറൈവ് ദി ഇക്വേഷൻ ഫോർ പോറോസിറ്റി ഇൻ ടേംസ് ഓഫ് വോയിഡ് റേഷ്യോ എന്ന് വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ ഇത് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഡിറൈവ് ദ റിലേഷൻഷിപ്പ് ഫോർ വോയിഡ് റേഷ്യോ ഇൻ ടേംസ് ഓഫ് പോറോസിറ്റി എന്ന് പറയുമ്പോൾ ഇതാണ് ഇക്വേഷൻ. സിമ്പിൾ ആയിട്ട് ഡിറൈവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വോയിഡ് റേഷ്യോ ആൻഡ് പോറോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കണം ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നതെന്ന്. ഓക്കെ, അത്രയാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതായത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വോയിഡ് റേഷ്യോ ആൻഡ് പോറോസിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ആർ ദ മേജർ സോയിൽ ഡെപ്പോസിറ്റ്സ് ഓഫ് ഇന്ത്യ? ഇത് തിയറിയിൽ പലപ്പോഴും ചോദിക്കുന്ന ഒരു, ചില സമയത്ത് 10 മാർക്സിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള, മിനിമം ഒരു 6 or 5 മാർക്സിനെങ്കിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ മേജർ സോയിൽ ഡെപ്പോസിറ്റ്സ് ഓഫ് ഇന്ത്യ? ഓക്കെ, ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഓൾറെഡി വീഡിയോസിൽ തിയറി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 1 or 2 കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, സോ അല്ലെങ്കിൽ സോയിൽ ഡെപ്പോസിറ്റ്സ്, മേജർ സോയിൽ ഡെപ്പോസിറ്റ്സ് ഇൻ ഇന്ത്യ ആർ അലൂവിയൽ സോയിൽസ്, ബ്ലാക്ക് കോട്ടൺ സോയിൽസ്, മെറൈൻ ഡെപ്പോസിറ്റ്സ്, ലാറ്ററൈറ്റ് സോയിൽ, ഡെസേർട്ട് സോയിൽ, ബൗൾഡർ ഡെപ്പോസിറ്റ്സ്. ഇത്രയായിരുന്നു നമ്മൾ മേജർ ഡെപ്പോസിറ്റ്സ് ഫൗണ്ട് ഇൻ ഇന്ത്യ. അപ്പം അതിൽ അലൂവിയൽ സോയിൽ എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്തുകൊണ്ട് ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്നുള്ളതിൻ്റെ പേര് വന്നു, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അത് അഗ്രികൾച്ചർ പർപ്പസിന് യൂസ് ചെയ്യുന്നതും, അതുപോലെ അതിൻ്റെ എക്സ്പാൻസീവ് അല്ലെങ്കിൽ കൺട്രാക്റ്റീവ് അല്ലെങ്കിൽ ഷ്രിങ്കിങ് നേച്ചറും കാര്യങ്ങളും എല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം അതിനകത്ത് പറയണം. അതുകൊണ്ട് തന്നെ കുറച്ച് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സോയിലാണ് ഈ ബ്ലാക്ക് കോട്ടൺ സോയിൽ. പിന്നെ മെറൈൻ ഡെപ്പോസിറ്റ്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, മെറൈൻ ഏരിയയിൽ വരുന്ന ആ കാര്യങ്ങളും എല്ലാം നമ്മൾ എഴുതണം. ദെൻ ലാട്രൈറ്റിക് സോയിൽ, അപ്പം ലാട്രേറ്റ്സും ഒക്കെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു അതിനകത്ത്. അതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളും അതിനകത്ത് പറയണം. അതിൻ്റെ ആ കളർ എങ്ങനെ കിട്ടുന്നു എന്നുള്ള കാര്യവും അയൺ കണ്ടന്റിന്റെ കാര്യവും ഒക്കെ പറയണം. ദെൻ ഡെസേർട്ട് സോയിൽ, സാൻഡി ഡെപ്പോസിറ്റ്സ് ആണ് കൂടുതലായിട്ട് എന്നുള്ള കാര്യവും, അതുപോലെ എങ്ങനെയാണ് അത് ഡെപ്പോസിറ്റ് ഫോം ചെയ്യുന്നത്, ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യവും എല്ലാം ഈ ഒരു ഡെപ്പോസിറ്റിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സോയിലിന്റെ അണ്ടറിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. അതുപോലെ ബൗൾഡ് ഡെപ്പോസിറ്റ്സ് ആണെങ്കിൽ പാർട്ടിക്കിൾ സൈസിന്റെ കാര്യം പറയണം. അതുപോലെ അതെങ്ങനെ ഡെപ്പോസിറ്റ് ഫോം ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറയണം. ഇതും നിങ്ങൾക്ക് 5 മാർക്സിനാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 2 പോയിന്റ്സ് പറഞ്ഞാൽ മതി ഓരോ കേസിൽ. അത് മെയിൻ ആയിട്ടുള്ള അതിൻ്റെ ഇമ്പോർട്ടൻറ്റ്, ഞാനത് തിയറി ക്ലാസ് എടുത്ത സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് അത് എക്സാമിന് എഴുതണ്ടേ എന്നുള്ള കാര്യങ്ങൾ. അപ്പം അതിനകത്ത് ഏതൊക്കെ പോയിന്റ്സ് നിങ്ങൾ എന്തായാലും കമ്പൽസറി ആയിട്ട് എഴുതണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ പ്ലീസ് ഗോ ത്രൂ ദ വീഡിയോ, ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഹൗ ടു റൈറ്റ് ദി ആൻസർ ഫോർ ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. പിന്നെ ബ്ലാക്ക് കോട്ടൺ സോയിൽ പറയുമ്പോഴും അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
പോയിന്റ് എന്ന് പറയുന്നത് അതിന്റെ എക്സ്പാൻസീവ് നേച്ചറും ഷ്രിങ്കിങ് നേച്ചറുമാണ്. അത് പറയാതിരിക്കരുത്. അതുള്ളത് കൊണ്ട് തന്നെ സോയിൽ പ്രോബ്ലമാറ്റിക് ആണെന്നുള്ള കാര്യമൊക്കെ എന്തായാലും പറഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, ആക്ച്വലി ഐ ഫോർഗോട്ട് ദാറ്റ്, ഓരോ സോയിൽ ഡെപ്പോസിറ്റും എവിടെയാണ് കാണുന്നത് എന്നുള്ളത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഒരു 2-3 ലൈൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലാണോ മധ്യപ്രദേശിലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓരോ ഡെപ്പോസിറ്റിനും മിനിമം ഒരു 2 പ്ലേസസ് എങ്കിലും അല്ലെങ്കിൽ 2 സ്റ്റേറ്റ്സ് എങ്കിലും നിങ്ങൾക്ക് പറയാൻ അറിയണം. മിനിമം 2. ഓക്കെ, അതിൽ കൂടുതലായാലും കുഴപ്പമില്ല, പക്ഷെ 2 എങ്കിലും ഓരോ ഡെപ്പോസിറ്റിന്റെയും പറയണം. അതായത് ഇപ്പോൾ ബ്ലാക്ക് കോട്ടൺ സോയിൽ എവിടെയൊക്കെയാണ് കാണുന്നത്, അലുവിയൽ സോയിൽ എവിടെയൊക്കെയാണ് കാണുന്നത്, ഇത്രയുമാണ് അതിനകത്ത് നിങ്ങൾ എഴുതേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ഈ പറഞ്ഞ പോയിന്റ്സ് എന്തായാലും എഴുതിയിട്ടുണ്ടാവണം. ബാക്കി എന്താ പറയുക, ജസ്റ്റ് ഒരു എക്സ്ട്രാ ആഡ് ഓൺ പോലെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ പഠിച്ചതിനനുസരിച്ച് നിങ്ങൾക്ക് എഴുതാം. പക്ഷെ ഈ പറഞ്ഞ പോയിന്റ്സ് എന്തായാലും എഴുതിയിട്ടുണ്ടാവണം. ഓക്കെ, so that's about the major soil deposits of India. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4. Derive the relationship between dry density gamma D and bulk density gamma of soil. അപ്പം ഞാൻ തിയറി ക്ലാസ് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഡെൻസിറ്റി എന്ന് പറഞ്ഞാലും പലപ്പോഴും യൂണിറ്റ് വെയിറ്റ് ആയിട്ട് തന്നെ കാണിക്കാറുണ്ട്. ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഞാൻ അതേപടി ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചതാണ്. അപ്പൊ അതിനകത്ത് ഗാമാഡിയും ഗാമായും വന്നപ്പോഴും ഞാനത് മാറ്റാതിരുന്നതും നിങ്ങളോട് ഈ ഒരു പോയിന്റ് പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ജസ്റ്റ് ഡിറൈവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡ്രൈ ഡെൻസിറ്റി ആൻഡ് ബൾക്ക് ഡെൻസിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ബേസിക്കലി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് റോ ആണ് എന്ന് നമുക്കറിയാം അല്ലേ. പക്ഷെ അവിടെ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തു ഗാമ ഡി ആൻഡ് ഗാമ ആണെന്ന്. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് യൂണിറ്റ് വെയിറ്റിന്റെ ഇക്വേഷൻ ആണ്, ഡെൻസിറ്റിയുടെ ഇക്വേഷൻ അല്ല. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോബ്ലം ചെയ്യുമ്പോഴാണെങ്കിലും ഇതുപോലെ ഡെറിവേഷൻ ആണെങ്കിലും ഒക്കെ ഈ നൊട്ടേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. അത് ഡെൻസിറ്റി എന്ന് പറഞ്ഞോട്ടെ യൂണിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞോട്ടെ, ഡസൻറ്റ് മാറ്റർ. ഓക്കെ, അപ്പൊ ഇവിടെ യൂണിറ്റ് വെയിറ്റ് ആയിട്ട് തന്നെ നമ്മൾ എടുക്കണം. ഫൈൻ. ഇനി അതിന്റെ ഡെറിവേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഗാമ ഡിയും ഗാമയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഗാമ ഡി ഇസ് ഈക്വൽ ടു ഗാമ ബൈ 1+W ആണ്. അപ്പൊ ഇതാണ് നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഡെറിവേഷൻ റോയുടെ ടേംസിലുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഗാമയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത് ജസ്റ്റ് റോനെ എല്ലാം ഗാമ വെച്ചിട്ട് റീപ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഡെറിവേഷൻ ചെയ്യാൻ ബേസിക്കലി നമ്മൾ എന്താ ചെയ്യുന്നത്, ആദ്യം ഈ ഗാമയുടെ ബേസിക് ഇക്വേഷൻ എടുക്കുക. അതായത് ഗാമ is equal to G+ES into ഗാമ W by 1+E. അതുപോലെ ഗാമ ഡിയുടെ ഇക്വേഷൻ എടുക്കുക, G ഗാമ W by 1+E. എന്നിട്ട് ES is equal to GW എന്ന് വെച്ചിട്ട് ഈ ഇനെ എല്ലാം റീപ്ലേസ് ചെയ്യാം. അപ്പോൾ GWയും എസും ആയിരിക്കും. അതിൽ ഗാമ ഡിയിൽ എസ് ഇല്ല, എസ് 0 ആണ്. അപ്പോൾ ആ രീതിയിൽ ഇതിനെ ഡബ്ല്യുവിന്റെ ടേംസിലോട്ട് കൺവേർട്ട് ചെയ്തെടുക്കുക. ആ 2 ഇക്വേഷൻസ് ആണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ഇനെ ഡബ്ല്യു ഈസ് ഈക്വൽ ടു GW by S എന്ന് വരും. അപ്പോൾ ഈസ് ഈക്വൽ ടു GW by S. അപ്പൊ ഈ ഇനെ GW by S വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന 2 ഇക്വേഷൻസ്, അതായത് ഗാമയുടെ ഇക്വേഷൻ അല്ലെങ്കിൽ റോയുടെ ഇക്വേഷനും റോഡിയുടെ ഇക്വേഷനുമാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എക്സാമിന് എഴുതുന്ന സമയത്ത് വാട്ട് യു ക്യാൻ ഡു ഇസ്, നിങ്ങൾ ഇതിന്റെ ബേസിക് ഇക്വേഷൻ ആദ്യം എഴുതുക. എന്നിട്ട് പറയാ ഇൻ ടേംസ് ഓഫ് W വി ക്യാൻ റൈറ്റ് ദിസ് ഇക്വേഷൻ ആസ് എന്ന് പറഞ്ഞിട്ട് ഈ ഇക്വേഷൻ എഴുതുക. ഓക്കെ, ഞാൻ യൂഷ്വലി പിള്ളേരുടെ അടുത്ത് എപ്പോഴും പറയാറുണ്ട് ഈ ഇക്വേഷൻ ഒന്നും ബൈഹാർട്ട് ചെയ്യരുത്. ഓൾറെഡി നമുക്ക് ബൈഹാർട്ട് ചെയ്യാൻ കുറെ ഇക്വേഷൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഒരു ആവശ്യമില്ലാണ്ട് ഇതൊന്നും ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി, ഓൾറെഡി നമുക്കറിയാം ES is equal to GW നമ്മൾ എന്തായാലും പഠിക്കുന്ന ഒരു ഇക്വേഷൻ ആണ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള റോയുടെ ഇക്വേഷനും റോഡിയുടെ ഇക്വേഷനും എഴുതുക. എന്നിട്ട് അതിനകത്ത് ഈസ് ഈക്വൽ ടു GW by S റീപ്ലേസ് ചെയ്ത് വെക്കുക ഇനെ. അപ്പൊ കിട്ടുന്ന ഇക്വേഷൻ ആണ് ഈ 2 ഇക്വേഷൻസ്. ഓക്കെ, അപ്പൊ ആ 2 ഇക്വേഷൻസിൽ വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. സോ റോ ഇസ് ഈക്വൽ ടു 1+W into റോ W by 1+GW by S. Then rho D is equal to G rho W by 1+GW by S. Okay,
ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് 1+GW/S രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. ഇവിടെ ഡിനോമിനേറ്ററിൽ 1+GW/S ആണ്, ഇവിടെ ഡിനോമിനേറ്ററിൽ 1+GW/S ആണ്. അപ്പൊ അതിന് രണ്ടിനും പുറത്തെടുത്ത് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് 1+GW/S എന്താന്ന് എഴുതുക. ദെൻ സെക്കൻഡ് ഇക്വേഷനിൽ നിന്നും 1+GW/S എന്താന്ന് എഴുതുക. അപ്പൊ ഇതിലെ LHS രണ്ടും കോമൺ സെയിം ആണല്ലോ. സോ വാട്ട് വി ക്യാൻ ഡു ഇസ് ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറയാം. അപ്പോൾ 1+W g/ρ/ρയും g/ρ/ρdയും ഈക്വൽ ആണ്. അപ്പൊ അതിനെ ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ജിയും കോമൺ ആണ്, ρw കോമൺ ആണ്, അത് രണ്ടും ക്യാൻസൽ ചെയ്യാം. Then you have 1+W/ρ is equal to 1/ρd എന്ന് വരും. Means ρd is equal to ρ/1+W. സോ ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഇക്വേഷൻ. ഇനി ഇതിപ്പോ നിങ്ങളോട് ഡെൻസിറ്റി തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചതെന്നാണെങ്കിൽ ഇത് ഇതേപടി തന്നെ എഴുതിയാൽ മതി. അതല്ല, ഇപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഗാമയാണ്. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഈ റോഡി എന്നുള്ളത് ഗാമഡിയും ഗാമയായിട്ട് എഴുതണം. ഇവിടെയൊക്കെ ഗാമയായിട്ട് എഴുതണം. ദാറ്റ് ഈസ് ദ ഓൺലി ഡിഫറൻസ്. ഇത് ഗാമ ഡബ്ല്യു, ഇതും ഗാമ ഡബ്ല്യു, ഇത് ഗാമ, ഇത് ഗാമ ഡി. എല്ലാ റോനെയും ഗാമ വെച്ചിട്ട് അങ്ങ് റീപ്ലേസ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഗാമ ഗാമ ഓക്കെ. സോ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ റോയാണോ ഗാമയാണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. പിന്നെ മാർക്ക് എത്രയാണെന്ന് നോക്കുക, അതിനനുസരിച്ച് ഡിറൈവ് ചെയ്യുക. ഓക്കെ. ഇനി 14 മാർക്സിനൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ നിങ്ങൾ ഈ ഗാമയുടെ ഇക്വേഷൻ G+ES ഇൻറ്റു ഗാമ W/1+E, ഈ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതാണ് ബേസിക് ഇക്വേഷൻ, ഗാമയുടെ ബേസിക് ഇക്വേഷൻ. അപ്പൊ ഈ ഇക്വേഷന്റെ ഡെറിവേഷൻ ആദ്യം കാണിക്കുക. ഈ ഇക്വേഷന്റെ ഡെറിവേഷൻ നമ്മൾ 3-phase ഡയഗ്രാം ഇൻ ടേംസ് ഓഫ് വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞൊരു ടോപ്പിക് നമ്മൾ ഓൾറെഡി വീഡിയോയിൽ അതെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡെറിവേഷൻ കാണിച്ച് അതിന്റെ ഫൈനലി വി ആർ ഗെറ്റിംഗ് ദിസ് ഇക്വേഷൻ. അപ്പൊ ഈ ഇക്വേഷൻ വരെ ആദ്യം ഡിറൈവ് ചെയ്യാം. എന്നിട്ട് ഈ ഇക്വേഷനിലെ ESനെ റീപ്ലേസ് ചെയ്തിട്ട് ES ഈക്വൽ ടു GW ആണ് എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ ബാക്കി ഈ ഡെറിവേഷൻ കാണിക്കാം. ഓക്കെ. അപ്പോൾ മാർക്കിനനുസരിച്ച് വേണം ഡെറിവേഷൻ എഴുതാൻ. അപ്പൊ യൂഷ്വലി അങ്ങനെ കണ്ടിട്ടില്ല, എപ്പോഴും ഈ 7, 8, 9, 10 ആ ഒരു റേഞ്ചിലാണ് യൂഷ്വലി കണ്ടിട്ടുള്ളൂ. So that's all about this question. Now coming to the next question. Explain with a neat sketch the 3-phase diagram for soil. Define air content and percentage air voids with the help of phase diagram. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, ആ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഏത് പാരാമീറ്റർ വേണമെങ്കിലും ചോദിക്കും. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇത് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്, എയർ കണ്ടന്റും പെർസെൻറ്റേജ് എയർ വോയിഡ്സും. കാരണം ആ രണ്ട് ടേംസും ഓൾമോസ്റ്റ് സിമിലർ ടേംസ് ആണ്. ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ വരുന്ന രണ്ട് ടേംസ് ആണ്. ഒന്ന്, അത് പേര് കേൾക്കുമ്പോഴേ ഓൾമോസ്റ്റ് ഒരുപോലത്തെ ഫീലിംഗ് വരും. അത് ഏതാണ് VA/V, ഏതാണ് VA/VV എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ ഇത് തന്നെ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞിട്ടും എപ്പോഴും ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഡിഫൈൻ എന്ന് പറഞ്ഞിട്ടും ചോദിക്കാറുണ്ട്. അപ്പൊ ഇവിടെയും എക്സ്പ്ലെയിൻ വിത്ത് നീറ്റ് സ്കെച്ച് ദ 3-phase ഡയഗ്രാം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം 3-phase ഡയഗ്രാം വരയ്ക്കുക. 3-phase ഡയഗ്രാം എന്താണെന്ന് പറയുക, അത് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ ആ ഡയഗ്രാം വരയ്ക്കുന്നതെന്നും, പിന്നെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ വോളിയം, റൈറ്റ് സൈഡിൽ വെയിറ്റും ആണ് അല്ലെങ്കിൽ മാസും ആണ് മാർക്ക് ചെയ്യുക എന്ന കാര്യങ്ങളും എല്ലാം പറയാം. പിന്നെ അതിനകത്ത് ഓരോ വോളിയം VSഉം VAയും VVയും ഇതൊക്കെ എന്താണെന്നുള്ളതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അത്രയാവുമ്പോൾ 3-phase ഡയഗ്രാം വരും, കംപ്ലീറ്റ് ആവും. ഞാൻ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തു ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ, അതുകൊണ്ടാണ് അത് ഇവിടെ വീണ്ടും ആഡ് ചെയ്യാത്തത്. അതിനുശേഷം ബേസ്ഡ് ഓൺ ദ 3-phase ഡയഗ്രാം ഈ എയർ കണ്ടന്റും പെർസെൻറ്റേജ് എയർ വോയിഡ്സും എന്താണെന്നുള്ളത് എഴുതുക. അത് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ചെയ്താൽ മതി. എന്താണ്, ജസ്റ്റ് ഡെഫിനിഷൻ പറയാ, ഇക്വേഷൻ പറയാ, അതിന്റെ നൊട്ടേഷൻ എന്താന്നുള്ളത് പറയാം. ഓക്കെ. അപ്പോൾ പെർസെൻറ്റേജ് എയർ വോയിഡ്സ് എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് NA ആണ്, സ്മോൾ ലെറ്റർ NA ആണ്. ആൻഡ് ദ ഇക്വേഷൻ ഇസ് VA/V × 100. VA എന്ന് പറയുന്നത് വോളിയം ഓഫ് എയർ ആണ്, V എന്ന് പറയുന്നത് ടോട്ടൽ വോളിയം ആണ്.
അപ്പൊ അത് തന്നെയാണ് ഡെഫിനിഷനും വരുന്നത്. ഓക്കെ, പിന്നെ എയർ കണ്ടന്റ് ആണ്. എയർ കണ്ടന്റ് AC ആണ്. അത് ഓർത്തിരിക്കാൻ പാടൊന്നുമില്ല, കാരണം എയർ കണ്ടന്റും എയറിന്റെ എയും കണ്ടന്റിന്റെ സിയും അങ്ങനെ ഓർക്കാം. അപ്പോൾ എയർ കണ്ടന്റ് പക്ഷേ VA/VV ആണ്. അപ്പൊ അത് എങ്ങനെയെങ്കിലും ഓർത്തിരിക്കാൻ ഞാൻ കുറച്ച് ട്രിക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ തിയറി വീഡിയോസിൽ, എങ്ങനെയാണ് ഈ ഇക്വേഷൻസ് എല്ലാം ഓർത്തിരിക്കേണ്ടത്, അതുപോലെ എങ്ങനെ എല്ലാ ഇക്വേഷനും ബൈഹാർട്ട് ചെയ്യാതെ കുറച്ച് ഇക്വേഷൻസിൽ നിന്ന് ബാക്കി ഇക്വേഷൻസ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ള കുറച്ച് ട്രിക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ പ്ലീസ് ഗോ ത്രൂ ദാറ്റ്. ആ ഒരു ട്രിക്കൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഇക്വേഷൻസ് എല്ലാം ബൈഹാർട്ട് ചെയ്യാം, അതുപോലെ ഈ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ എയർ കണ്ടന്റ് എന്ന് പറയുന്നത് വോളിയം ഓഫ് എയർ ബൈ വോളിയം ഓഫ് വോയിഡ്സ് ആണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കിനനുസരിച്ച് എക്സ്പ്ലനേഷൻ കൂട്ടണം. ഓക്കെ, ഇപ്പോൾ 3 മാർക്സിനാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് മാത്രം പറഞ്ഞാൽ മതി. ഡെഫിനിഷൻ എഴുതുക, അതുപോലെ ഇക്വേഷൻ എഴുതുക. അതല്ല 5 മാർക്സിനാണെന്നുണ്ടെങ്കിൽ ഡെഫിനിഷൻ എഴുതുക, ഇക്വേഷൻ എഴുതുക, പിന്നെ അതിന്റെ കൂടെ എങ്ങനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് എഴുതുക. ഇത് രണ്ടും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, അതും വേണമെങ്കിൽ എഴുതിക്കോളൂ. പിന്നെ ഇനി അതിൽ കൂടുതൽ മാർക്സ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ എപ്പോഴാണ് NA 0 ആവുന്നത്, എപ്പോഴാണ് ACയുടെ 0 ആവുന്നത്, അങ്ങനത്തെ കാര്യങ്ങളും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യാം. ഓക്കെ, സോ അത്രയാണ് ആ ഒരു ക്വസ്റ്റ്യൻ. നൗ നെക്സ്റ്റ് ഇസ് ഡിറൈവ് ഫ്രം ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ദ എക്സ്പ്രഷൻ ഗാമ is equal to G plus SC ഗാമ W by 1 plus E. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ. അതായത് 14 മാർക്സിനൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഡെറിവേഷനും കൂടെ എഴുതിയിട്ട് വേണം ബാക്കി ആ ഗാമ is equal to ഗാമ D by 1 plus E, ഗാമ D is equal to ഗാമ by 1 plus E എന്ന് പറഞ്ഞ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. സോ അതിൽ ആ ഇനീഷ്യൽ പോർഷനിലെ ഡെറിവേഷൻ ആണ് ഇത്. ഓക്കെ, ഇപ്പോൾ റോ is equal to, ഞാൻ ഇതെല്ലാം ഡെൻസിറ്റിയുടെ ടേംസിലാണ് കാണിച്ചിരിക്കുന്നത്. ഇത് തന്നെ നമുക്ക് യൂണിറ്റ് വെയിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഡെൻസിറ്റീനെ ജസ്റ്റ് ഗാമയായിട്ട് എഴുതിയാൽ മതി. ഓക്കെ, സോ അതിൻ്റെ ഡെറിവേഷനും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 3 phase ഡയഗ്രം എപ്പോഴും ഉണ്ടാവണം. 3 phase ഡയഗ്രം ഇല്ലാണ്ട് ഡെറിവേഷൻ കാണിക്കരുത്. കാരണം 3 phase ഡയഗ്രത്തിലാണ് VAയും VBയും VSും ഒക്കെ കാണിക്കുന്നത്. അതിന്റെ ബേസിസിലാണ് നമ്മൾ ബാക്കി ഡെറിവേഷനും കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ 3 phase ഡയഗ്രം വരയ്ക്കുക. അതിനുശേഷം ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് ആക്ച്വലി വേണ്ടത് ഗാമയുടെ ഇക്വേഷൻ ആണ്. അപ്പോൾ ഗാമയുടെ ഇക്വേഷൻ ആദ്യം ഗാമയിൽ തന്നെ തുടങ്ങാം. ഗാമയുടെ ബേസിക് ഇക്വേഷനിലാണ് നമ്മൾ തുടങ്ങുന്നത്. ഗാമ is equal to W by V. ദെൻ W എന്ന് പറയുന്നത് ടോട്ടൽ വെയിറ്റ് ആണ്. ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് സോളിഡ്സ് പ്ലസ് വെയിറ്റ് ഓഫ് വാട്ടർ ആണ്, ഡിവൈഡഡ് ബൈ W. ഈ വെയിറ്റ് ഓഫ് സോളിഡ്സും വെയിറ്റ് ഓഫ് വാട്ടറിനെ നമ്മൾ പിന്നെ റീപ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ വെയിറ്റ് അല്ലെങ്കിൽ മാസ് ആണെങ്കിലും രണ്ടും സെയിം ആയിട്ട് എടുക്കാം. അപ്പോൾ വെയിറ്റ് ഗാമ S യൂണിറ്റ് വെയിറ്റ് ഓഫ് സോളിഡ്സ് എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് സോളിഡ്സ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സോളിഡ്സ് ആണ്. സോ ഫ്രം ദിസ് weight of solids is equal to gamma S into VS ആണ്. അതുപോലെ വെയിറ്റ് ഓഫ് വാട്ടർ ഗാമ W എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് വാട്ടർ ബൈ വോളിയം ഓഫ് വാട്ടർ ആണ്. സോ ഫ്രം ദിസ് വെയിറ്റ് ഓഫ് വാട്ടർ ഇസ് ഈക്വൽ ടു ഗാമ W into VW ആണ്. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ 3 phase ഡയഗ്രം ഇൻ ടേംസ് ഓഫ് വോയിഡ് റേഷ്യോ, ആ ഒരു 3 phase ഡയഗ്രം വേണം വരയ്ക്കാൻ. ഓക്കെ, അപ്പം അതിനകത്ത് നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ് ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് 1 plus E ആണെന്ന്. അതായത് വോയിഡ് റേഷ്യോ അല്ല, വോളിയം ഓഫ് വോയിഡ്സ് വോയിഡ് റേഷ്യോ ആണ്. അതുകൊണ്ട് തന്നെ ടോട്ടൽ വോളിയം 1 plus E ആണെന്നുള്ളത് നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട് ഓൾറെഡി. സോ ഈ ടോട്ടൽ വോളിയത്തിനെ നമ്മൾ 1 plus E ആയിട്ട് റീപ്ലേസ് ചെയ്യാം. ഇനി ബാക്കി ജസ്റ്റ് ഈ റോ എസ് എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ G is equal to റോ എസ്, അല്ലെങ്കിൽ നമ്മളിവിടെ ഗാമയുടെ ടേംസിലാണല്ലോ എഴുതുന്നത്, അപ്പോൾ ഗാമയായിട്ട് എടുക്കാം. സോ ഗാമ എസ് ബൈ ഗാമ W ആണ് G. അപ്പോൾ ഗാമ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ G ഗാമ W ആണ്. സോ G ഗാമ W ഇൻറ്റു VS എന്ന് പറയുന്നത് 1 ആണ് when we consider the 3 phase diagram in terms of void ratio.
അപ്പൊ അത് ആ തിയറി നോക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ. ദെൻ VW എന്ന് പറയുന്നത് EW ആയിരുന്നു 3-phase ഡയഗ്രത്തില്. ദെൻ ROW, ഇതിനകത്ത് ROW കോമൺ ആണ്. അതുപോലെ തന്നെ EW എന്ന് പറയുന്നത് E/S ആണ്. അതെല്ലാം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ EW-നെ ES ആയിട്ട് എഴുതുക. ആഫ്റ്റർ ദാറ്റ് രണ്ടിലും γW കോമൺ ആണ്. സോ γW-നെ പുറത്തെടുക്കുക. ദെൻ വാട്ട് യു ഹാവ്, G+ES വരും ഇൻറ്റു γW ഡിവൈഡഡ് ബൈ 1+E എന്ന് വരും. ഇതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ G+ES ഇൻറ്റു γW ബൈ 1+E. അതാണ് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ 3-phase ഡയഗ്രം വരയ്ക്കുക. 3-phase ഡയഗ്രം വരയ്ക്കുമ്പോൾ അത് 3-phase ഡയഗ്രം ഇൻ ടേംസ് ഓഫ് വോയിഡ് റേഷ്യോ ആയിരിക്കണം. ഓക്കെ, ബാക്കി ഡെറിവേഷൻ നോക്കിയാൽ മതി. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എപ്പോഴും തിയറി ആയിട്ട് ചോദിക്കാറുള്ളത്. പിന്നെ ഇതിനകത്ത് വരുന്ന വേറെ കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, എന്താണ് ഓവൻ ഡ്രൈയിങ് മെത്തേഡ്, അതിന്റെ പ്രൊസീജിയർ ചോദിക്കാം. അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി എങ്ങനെയാണ് പൈക്നോമീറ്റർ മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഡെൻസിറ്റി ബോട്ടിൽ വെച്ചിട്ട് കണ്ടുപിടിക്കുന്നത്, ഇതൊക്കെ ചോദിക്കാം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അടുത്തൊരു തിയറി ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് കോർ കട്ടർ മെത്തേഡും സാൻഡ് റീപ്ലേസ്മെന്റ് മെത്തേഡും. സാൻഡ് റീപ്ലേസ്മെന്റ് മെത്തേഡിൽ എങ്ങനെയാണ് ഫീൽഡ് ഡെൻസിറ്റി കണ്ടുപിടിക്കുന്നത്, അതിന്റെ കംപ്ലീറ്റ് പ്രൊസീജിയർ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പൊ അതും കൂടെ ഇതിൻ്റെ കൂടെ പഠിച്ചു വെക്കാം. ഓക്കെ, നൗ ലെറ്റ്സ് ഡിസ്കസ് സം പ്രോബ്ലംസ്. നമ്മൾ ഓൾറെഡി കുറേ പ്രാക്ടീസ് സെഷൻസിൽ കുറേ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതുപോലത്തെ അല്ലെങ്കിൽ അതേ പാറ്റേണിൽ വരുന്ന പ്രോബ്ലംസ് തന്നെയാണ് പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലുള്ളത്. ഞാൻ കൂടുതലായിട്ടും പഴയ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് എടുത്തിട്ടുള്ള പ്രോബ്ലംസ് ആയിരുന്നു പ്രാക്ടീസ് സെഷൻസിലും കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് മാത്രമാണ് ടെക്സ്റ്റ് ബുക്സിലെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നത്. പക്ഷെ അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസും നമുക്ക് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിലെ പല ചോദിക്കുന്ന അതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് യൂണിവേഴ്സിറ്റി എക്സാമിനും ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ മെയിൻ തിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 3-phase ഡയഗ്രവും അതിന്റെ പാരാമീറ്റേഴ്സും ക്ലിയർ ആയിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ ഏത് രീതിയിൽ ചോദിച്ചാലും നിങ്ങൾക്ക് ആ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഓക്കെ, അത് മാത്രമല്ല ഇതിനെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചോദിക്കുകയും ചെയ്യാം. അപ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് ചെയ്താലും നമുക്ക് തികയില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരുപോലെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരില്ല, എന്തെങ്കിലും ചേഞ്ചസ് അതിനകത്ത് ഉണ്ടാവും. കാരണം ചിലപ്പോൾ നിങ്ങളോട് വോയിഡ് റേഷ്യോ, പോറോസിറ്റി, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ആയിരിക്കും കണ്ടുപിടിക്കാൻ പറയുന്നത്. പക്ഷെ സെയിം ക്വസ്റ്റ്യന്റെ തന്നെ പെർസെൻറ്റേജ് എയർ വോയിഡ്സും എയർ കണ്ടന്റും സ്പെസിഫിക് ഗ്രാവിറ്റിയും ചോദിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യമുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിലെ തന്നിരിക്കുന്ന വാല്യൂസ് പല രീതിയിൽ തരാം. എന്നിട്ട് അതിന്റെ ബേസിസിൽ നിങ്ങളോട് ഏത് പാരാമീറ്റർ വേണേലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാം. സോ മൈ പോയിന്റ് ഇസ്, നിങ്ങൾ ആ 3-phase ഡയഗ്രവും അതിന്റെ ഇക്വേഷൻസും ഇന്റർ റിലേഷൻഷിപ്സും തറവായിട്ട് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ ചോദിച്ചാലും പ്രോബ്ലം ചെയ്യാൻ പറ്റും. അപ്പൊ പ്രാക്ടീസ് സെഷൻസിൽ പറയാത്ത എന്നാൽ അതുപോലെയൊക്കെ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെഷനിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് പ്രോബ്ലംസിലോട്ട് കിടക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, a partially saturated clay weighs 113.4 gram in its natural state and 93.4 gram in its dry state. If specific gravity is 2.65, find out the void ratio, porosity, degree of saturation, wet unit weight, dry unit weight and saturated unit weight. Size of the clay is 3.7 centimeter in diameter and 7.5 centimeter in height. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, നിങ്ങൾ ഏത് പ്രോബ്ലം കിട്ടുവാണെങ്കിലും ഫസ്റ്റ് ഓഫ് ഓൾ യു റൈറ്റ് ഡൗൺ ദ ഗിവൺ തിങ്സ്. ആദ്യം ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ മുഴുവൻ വായിച്ചു നോക്കുക. എസ്പെഷ്യലി ജിയോടെക്കിലെ ക്വസ്റ്റ്യൻസ് മൊത്തം ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഫൈനലി അതിനകത്ത് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നതെന്ന് ഉണ്ടാവുമല്ലോ, അതെന്താന്നുള്ളത് ആദ്യം ഒന്ന് മനസ്സിൽ വയ്ക്കുക. എന്നിട്ട് വീണ്ടും സെക്കൻഡ് ടൈം ക്വസ്റ്റ്യൻ വായിച്ചു തുടങ്ങുക. അതിൽ ഓരോ സെന്റൻസ് വായിക്കുമ്പോഴും അതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്നുള്ളത് ഒന്ന് ഗിവൺ തിങ്സ് ആയിട്ട് എഴുതുക. സോ എപ്പോഴും നിങ്ങൾ ഗിവൺ തിങ്സ് ആദ്യം എഴുതുക. എസ്പെഷ്യലി ഈ ഒരു മൊഡ്യൂളിലെ പ്രോബ്ലംസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗിവൺ തിങ്സ് അറിയണം. കാരണം ഗിവൺ തിങ്സ് എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, ഓ ഈ സാധനങ്ങളൊക്കെയാണ് ഇതിനകത്ത് തന്നിരിക്കുന്നത്, അപ്പോൾ ഇതറിയാമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടുപിടിക്കാലോ എന്നൊരു എന്താ പറയുക, ആ ഒരു തോട്ട് നിങ്ങൾക്ക് വരണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അതിനകത്ത് ഉള്ളതെന്ന് അറിയണം. ഓക്കെ,
അപ്പോൾ ഇവിടെ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? പാർഷ്യലി സാച്ചുറേറ്റഡ് ക്ലേ. അപ്പൊ ഓർക്കണം, പാർഷ്യലി സാച്ചുറേറ്റഡ് ആണ്, ഫുള്ളി സാച്ചുറേറ്റഡ് അല്ല. അപ്പൊ S1 അല്ല. ഓക്കെ, ഈ കാര്യം ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ പോകണം. വെയ്സ് 113.4 gram in its natural state. അപ്പോൾ പാർഷ്യലി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സോയിലിന്റെ നാച്ചുറൽ സ്റ്റേറ്റിലുള്ള അതിന്റെ മാസ് എന്ന് പറയുന്നത് 113.4 gram ആണ്. മീൻസ് വാട്ട്? അത് സോളിഡ്സിന്റെ മാത്രം വെയിറ്റ് അല്ല, മാസ് ആസ് സച്ച് ആണ്, ബൾക്ക് ആയിട്ടുള്ള മാസ് ആണ്. അതായത് വെറ്റ് സോയിലിന്റെ മാസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് M ആയിട്ടാണ്. സോ M is equal to 113.4 gram. Okay, and 93.4 gram in its dry state. അതിന്റെ ഡ്രൈ സ്റ്റേറ്റിലെ മാസ് എന്ന് പറയുന്നത് 93.4 gram ആണ്. അപ്പോൾ ഡ്രൈ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വാട്ടർ ഇല്ല. അപ്പൊ മാസ് എന്ന് പറയുന്നത് മാസ് ഓഫ് ഡ്രൈ സോയിലാണ്. സോ MS ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുള്ളത്. അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വീഡിയോ കണ്ടാലേ മനസ്സിലാവുള്ളൂ കേട്ടോ, എങ്ങനെയാണ് നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് കിട്ടുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഇവിടെ MS ആണ് പറഞ്ഞിരിക്കുന്നത്. MS 93.4 gram ആണ്. ഇനി ഇഫ് സ്പെസിഫിക് ഗ്രാവിറ്റി ഇസ് 2.65. സോ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ലെറ്റർ G ആണ്. സോ സ്പെസിഫിക് ഗ്രാവിറ്റി G is equal to 2.65. ഫൈൻഡ് ഔട്ട് ദ വോയിഡ് റേഷ്യോ. അപ്പൊ ഇനി എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നമുക്കൊന്ന് ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. സോ വോയിഡ് റേഷ്യോനെ E ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ E, പോറോസിറ്റി N, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ സോ S, വെറ്റ് യൂണിറ്റ് വെയിറ്റ്. വെറ്റ് യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നതും ബൾക്ക് യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നതും യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നതും ഒക്കെ സെയിം ആണ്. ഹോപ്പ് യു റിമെമ്പർ ദാറ്റ്. സോ അതിനെ നമ്മൾ ഗാമ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യാറുള്ളത്. സോ ഗാമ. ആൻഡ് ഡ്രൈ യൂണിറ്റ് വെയിറ്റ് ഗാമ D ആണ്. ആൻഡ് സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് ഗാമ സാറ്റ് ആണ്. Size of the clay is 3.7 centimeter in diameter and 7.5 centimeter height. അപ്പോൾ ഒരു 3.7 സെന്റിമീറ്റർ ഡയമീറ്ററും 7.5 സെന്റിമീറ്റർ ഹൈറ്റും ഉള്ള ഒരു മോൾഡിലാണ് ഈ ക്ലേ വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡയമെൻഷൻസ് എല്ലാം തന്നിരിക്കുന്നത്. സോ ഇത് വെച്ചിട്ട് നമുക്ക് വോളിയം കണ്ടുപിടിക്കാം. വോളിയം ഓഫ് സോയിൽ. ഓക്കെ, വോളിയം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നത്. സോ ഏരിയ എന്ന് പറയുന്നത് π/4 d² ആണ്. ദാറ്റ് ഇൻറ്റു H ചെയ്ത് കഴിഞ്ഞാൽ വോളിയം കിട്ടും. അങ്ങനെ നമുക്ക് വോളിയം കണ്ടുപിടിക്കാം. അപ്പോൾ ജസ്റ്റ് ഈ തന്നിരിക്കുന്ന വാല്യൂസിനെ ഒന്ന് അനലൈസ് ചെയ്യാം. ഇപ്പം ടോട്ടൽ മാസ് അറിയാം, മാസ് ഓഫ് സോളിഡ്സ് അറിയാം, സ്പെസിഫിക് ഗ്രാവിറ്റി അറിയാം, പിന്നെ വോളിയവും അറിയാം, ടോട്ടൽ വോളിയവും അറിയാം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി നമുക്ക് ഗാമയും ഗാമ ഡിയും ഒക്കെ കണ്ടുപിടിക്കാം അല്ലേ? ഗാമ എന്ന് പറയുന്നത് ടോട്ടൽ മാസ് ബൈ ടോട്ടൽ വോളിയാണ്. ദെൻ ഗാമ ഡി എന്ന് പറയുന്നത് മാസ് ഓഫ് സോളിഡ്സ് ബൈ വോളിയം ആണ്. അപ്പൊ ഗാമയും ഗാമാഡിയും അറിയാം. ഗാമയും ഗാമാഡിയും അറിയാം എന്നുണ്ടെങ്കിൽ നമുക്ക് W കണ്ടുപിടിക്കാമല്ലോ. കാരണം ഗാമയും ഗാമാഡിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഗാമാഡി ഈസ് ഈക്വൽ ടു ഗാമ ബൈ 1 + W ആണ്. അപ്പൊ W കിട്ടി. W കിട്ടിക്കഴിഞ്ഞാൽ G അറിയാം. ഇനി S കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് നോക്കാം. അല്ലെങ്കിൽ ഗാമാഡിയുടെ വേറെ ഇക്വേഷൻ എന്താ? ഗാമാഡി ഈസ് ഈക്വൽ ടു G ഗാമ W ബൈ 1 + E ആണ്. ഇതിൽ G അറിയാം, ഗാമ W അറിയാം, E ആണ് അറിയാത്തത്. ഗാമാഡി നമ്മളിവിടെ കണ്ടുപിടിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനകത്ത് നിന്ന് E കണ്ടുപിടിക്കാം. അപ്പോ E കിട്ടിക്കഴിഞ്ഞാൽ ES is equal to GW വെച്ചിട്ട് S കണ്ടുപിടിക്കാം. അപ്പൊ S ആയി, E ആയി. ഇനി E അറിയാമെന്നുണ്ടെങ്കിൽ N എങ്ങനെ കണ്ടുപിടിക്കാം? N is equal to E by 1 + E വെച്ചിട്ട് N കണ്ടുപിടിക്കാം. അപ്പൊ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി, തന്നിരിക്കുന്ന വാല്യൂസ് വെച്ചിട്ട് മാത്രം പെട്ടെന്ന് ഐഡിയാസ് വരുന്ന എന്തുകൊണ്ടാ? ഇത് പല ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്തൊരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ ഒരൊറ്റ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഈക്വേഷൻസ് ഒന്നും റികളക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ
പ്രോബ്ലംസ് എല്ലാം ചെയ്ത് പഠിക്കുക. അപ്പൊ ചെയ്ത് ഇങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഓരോ ഇക്വേഷൻസ് താനെ നിങ്ങളുടെ മനസ്സിലോട്ട് വരും. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് കിട്ടും, ആ രീതിയിൽ. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് എന്നും കിട്ടി, ഇ കിട്ടി, എൻ എസ് കിട്ടി. പിന്നെ ഗാമ സാറ്റ് ആണ്. ഗാമ സാറ്റ് എന്ന് പറയുന്നത് G+E ഇൻറ്റു ഗാമ W/1+E ആണ്. അതിനകത്ത് എല്ലാ വാല്യൂസും നമുക്ക് അറിയാം. ഓക്കെ, അപ്പൊ ജസ്റ്റ് നമുക്ക് അതിന്റെ ആൻസേഴ്സ് നോക്കാം. എം തന്നിട്ടുണ്ട്, MS തന്നിട്ടുണ്ട്, G തന്നിട്ടുണ്ട്, ഇയും എന്നും എസും ഗാമ ഡിയും ഗാമയും ഗാമ സാറ്റും ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡയമീറ്റർ 3.7 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൈറ്റ് 7.5 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ടോട്ടൽ വോളിയം ആദ്യം കാൽക്കുലേറ്റ് ചെയ്തു. π/4 d² × h. വോളിയം കിട്ടിക്കഴിഞ്ഞ് ഗാമ ആദ്യം കണ്ടുപിടിച്ചു. മാസ് ഗാമ കിട്ടാൻ വേണ്ടിയിട്ട് W/V ആണ്, പക്ഷെ നമുക്ക് മാസിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മാസ് ഇൻറ്റു G ചെയ്തിട്ട് വേണം വെയിറ്റ് ആക്കാൻ. എന്നിട്ട് വോളിയം ഡിവൈഡഡ് ബൈ വോളിയം ചെയ്തു. സോ ഗാമ കിട്ടി. അത് കഴിഞ്ഞാൽ നമുക്ക് MS തന്നിട്ടുണ്ട്. അപ്പോൾ MSന്ന് നേരെ ഞാൻ W കണ്ടുപിടിച്ചു. അത് വേണം നിർബന്ധമില്ല. ഗാമ ഡിയും ഇതുപോലെ കണ്ടുപിടിച്ചിട്ട് W കണ്ടുപിടിച്ചാൽ മതി. അതായത് ഗാമ D = γ/1+W. അപ്പൊ അതിനകത്തുനിന്ന് ഗാമ ഡി കിട്ടി. ഞാൻ ഇത് തിരിച്ചു നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഗാമ ഡി ആദ്യം കണ്ടുപിടിക്കുക, MS/V എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ WS/V ആയിട്ട് ഗാമ ഡി കണ്ടുപിടിച്ച് പിന്നെ ഈ ഗാമ ഡി = γ/1+W എന്ന് W കണ്ടുപിടിക്കാം കേട്ടോ. പിന്നെ അടുത്തത് ഞാൻ ഗാമ ഡി എടുത്തു. ഗാമ ഡി = G(γ/W/1+E). അതിനകത്തുനിന്ന് E കണ്ടുപിടിച്ചു. E കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ W കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ ഇവിടെ W അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 1+W ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ W എന്ന് പറയുന്നത് 0.214 ആണെന്ന് അറിയാം. അപ്പൊ 21.4 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് G അറിയാം, W കണ്ടുപിടിച്ചു, E കണ്ടുപിടിച്ചു. അപ്പൊ അതിനകത്തുനിന്ന് ES = GW എടുത്ത് അതിനകത്ത് S കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, S കിട്ടിക്കഴിഞ്ഞു. ഇനി അതുപോലെ N കാൽക്കുലേറ്റ് ചെയ്യാൻ E/1+E ചെയ്തു. ദെൻ ഗാമ സാറ്റ് കണ്ടുപിടിക്കാൻ G+E × γ/W/1+E. ഇതുപോലെയുള്ള പല രീതിയിലും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഇതുപോലൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. അതായത് കുറച്ച് എന്തെങ്കിലും പാരാമീറ്റേഴ്സ്, ഇപ്പോൾ ഇവിടെ മാസ് ഓഫ് സോളിഡ്സും ടോട്ടൽ മാസും ആണ് തന്നിരിക്കുന്നത്. ചിലപ്പോൾ വെയിറ്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് തരും. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും വോയിഡ് റേഷ്യോയും ഒരു G വാല്യൂ മാത്രം തരും. എന്നിട്ട് ബാക്കി കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. അങ്ങനെ എന്തെങ്കിലും 2-3 വാല്യൂസ് പാരാമീറ്റേഴ്സ് തന്നിട്ട് ബാക്കി പാരാമീറ്റേഴ്സും പ്രോപ്പർട്ടീസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ഒരു പ്രോബ്ലം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഐഡിയ കിട്ടും വേറെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതേപോലെയുള്ള ഒരു പ്രോബ്ലം നമ്മൾ പ്രാക്ടീസ് സെഷനിൽ ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇഫ് യു വാണ്ട് പ്ലീസ് ഗോ ത്രൂ ദാറ്റ് ഓൾസോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The bulk density and moisture content of a partially saturated soil sample are 1.79 gram per cc and 18% respectively. The specific gravity of the solids is 2.7. Determine the void ratio, degree of saturation and dry density. അപ്പൊ അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ. അതായത് ഇവിടെ എന്തൊക്കെയാ തന്നെ, the bulk density and moisture content of a partially saturated soil sample are 1.79 gram per cc and 18%. അപ്പൊ ഇവിടെ ബൾക്ക് ഡെൻസിറ്റി തന്നിട്ടുണ്ട്. സോ അഗെയിൻ യു റൈറ്റ് ഡൗൺ ദ ഗിവൺ തിങ്സ് ഫസ്റ്റ്. സോ ബൾക്ക് ഡെൻസിറ്റി റോ is equal to 1.79 gram per cc ആണ്. ഓക്കെ, ഇത് യൂണിറ്റ് ഗ്രാം പെർ സി സി ആയതുകൊണ്ട് മനസ്സിലാക്കുക അത് ഡെൻസിറ്റി ആണ് തന്നിരിക്കുന്നത്, യൂണിറ്റ് വെയിറ്റ് അല്ല. ഓക്കെ, അതുപോലെ മോയ്സ്ചർ കണ്ടന്റ് തന്നിട്ടുണ്ട്. മോയ്സ്ചർ കണ്ടന്റ് W ആണ്, വിച്ച് ഇസ് 18%. ഓക്കെ, ഇനി എന്താ തന്നിരിക്കുന്നത്? സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ സോളിഡ്സ് ഇസ് 2.7. സോ G is equal to 2.7. എന്താ ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ചെയ്യാൻ? ഡിറ്റർമിൻ ദ വോയിഡ് റേഷ്യോ E, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ S ആൻഡ് ഡ്രൈ ഡെൻസിറ്റി ρD. ഇത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വീണ്ടും ജസ്റ്റ് ഒന്ന് നോക്കുക, നേരത്തെ അതുപോലെ കുറച്ച് റിലേറ്റഡ് ആണ്.
നേരത്തെ കുറച്ചും കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് റോയും റോഡിയും ഒന്നും തന്നിട്ടുണ്ടായില്ല. അപ്പൊ ആദ്യം അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണമായിരുന്നു ബാക്കി കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇവിടെ റോ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, ഡബ്ല്യു തന്നിട്ടുണ്ട്, ജി തന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തുനിന്ന് റോയും റോഡിയും ഡബ്ല്യുവും അത് ഒരിക്കലും മറക്കരുത്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. റോ ഡി ഇസ് ഈക്വൽ ടു റോ ബൈ 1+W. അപ്പൊ റോ ഡി കണ്ടുപിടിക്കാൻ റോ തന്നിട്ടുണ്ടെങ്കിൽ ആൻഡ് വാട്ടർ കണ്ടന്റ് തന്നിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ അത് തിരിച്ചും. ഓക്കെ, അതായത് റോ ഡി കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ റോ കണ്ടുപിടിക്കാൻ വാട്ടർ കണ്ടന്റ് അറിയാമെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ വേണം യൂസ് ചെയ്യാൻ. അപ്പൊ ഇവിടെ നമുക്ക് റോ ഡി ഇസ് ഈക്വൽ ടു റോ ബൈ 1+W എന്ന് പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഡബ്ല്യു തന്നിട്ടുണ്ട്, റോയും തന്നിട്ടുണ്ട്. അപ്പൊ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ റോ ഡി കിട്ടും. പിന്നെ ജി തന്നിട്ടുണ്ട്. അപ്പൊ റോ ഡി എന്ന് പറയുന്നത് എന്താണ്? റോഡിയുടെ വേറെ ഇക്വേഷൻ എന്താ? ജി റോ ഡബ്ല്യു ബൈ 1+E ആണ്. അപ്പൊ ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് റോ ഡി കിട്ടിക്കഴിഞ്ഞാൽ ആ റോഡിയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ജി ഓൾറെഡി തന്നിട്ടുണ്ട്, റോ ഡബ്ല്യു ഓൾറെഡി നമുക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ ഇ കണ്ടുപിടിക്കാം. അപ്പൊ ഇ ആയി. പിന്നെ നമുക്ക് എസ് ആണ് വേണ്ടേ. അതിന് നമുക്ക് ഇ എസ് ഇസ് ഈക്വൽ ടു ജി ഡബ്ല്യു ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇ നമുക്ക് ഓൾറെഡി ഇവിടെ ഇപ്പൊ കണ്ടുപിടിച്ചു, ജി തന്നിട്ടുണ്ട്, ഡബ്ല്യുവും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എസ് കണ്ടുപിടിക്കാം. ഇതാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്റ്റെപ്സ്. ഓക്കെ, അപ്പൊ ആദ്യമേ തന്നെ ആ തന്നിരിക്കുന്ന ഗിവൺ തിങ്സ് വെച്ചിട്ട് തന്നെ ഈ ഒരു ഐഡിയ ആദ്യം ഉണ്ടാക്കി എടുക്കണം നിങ്ങൾ. അതിനുശേഷം വേണം പ്രോബ്ലം സോൾവ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇവിടെ സോൾവ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, റോഡി എടുത്തു, റോഡി ഈസ് ഈക്വൽ ടു റോ ബൈ 1+W. അതിനകത്തുനിന്ന് റോഡി കണ്ടുപിടിച്ചു. റോഡി കിട്ടിക്കഴിഞ്ഞപ്പോൾ റോഡിയുടെ ഇക്വേഷൻ റോഡി ഈസ് ഈക്വൽ ടു 0W ബൈ 1+E വെച്ചിട്ട് ഇ കണ്ടുപിടിച്ചു. ഇ 0.78 കിട്ടി. ദെൻ ഇ എസ് ഇസ് ഈക്വൽ ടു GW. അതിനകത്തുനിന്ന് എസ് കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പൊ ചോദിച്ചതെല്ലാം ആയല്ലോ. ഇ ആയി, എസ് ആയി, റോഡി ആയി. ഓക്കെ, സോ ഭയങ്കര സിമ്പിൾ ആണ് ബേസിക്കലി പ്രോബ്ലംസ്. ഓൺലി തിങ്സ് നിങ്ങൾക്ക് ഈ ഇക്വേഷൻസ് എല്ലാം അറിയണം, തന്നിരിക്കുന്ന പിന്നെ ഈ പാരാമീറ്റേഴ്സിന്റെ എല്ലാ നൊട്ടേഷൻസും അറിയണം. ഓക്കെ, സോ അത്രയാണ് ആ ഒരു പ്രോബ്ലം. നൗ കമ്മിങ് ടു ദി നെക്സ്റ്റ് പ്രോബ്ലം. കാൽക്കുലേറ്റ് ദ വോയിഡ് റേഷ്യോ ആൻഡ് ഡ്രൈ ഡെൻസിറ്റി ഓഫ് ദ സോയിൽ സാമ്പിൾ വിത്ത് 25% porosity if the specific gravity is 2.75. എന്താണ്? കാൽക്കുലേറ്റ് ദ വോയിഡ് റേഷ്യോ. വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കണം. ആൻഡ് ഡ്രൈ ഡെൻസിറ്റി റോഡിയും കണ്ടുപിടിക്കണം. വിത്ത് 25% പോറോസിറ്റി. N 25% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി 2.75 porosity if the specific gravity is 2.75. So G is equal to 2.75. നമുക്ക് ഇയും റോഡിയും ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതും ഭയങ്കര സിമ്പിൾ ആണ്. കാരണം എന്നിന്റെ വാല്യൂ അറിയാം. എന്നിന്റെ വാല്യൂ അറിയാമെന്നുണ്ടെങ്കിൽ ഈയുടെ ഇക്വേഷൻ ഈ കാൽക്കുലേറ്റ് ചെയ്യാൻ n/1 - n എന്ന് പറഞ്ഞിട്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഇ കണ്ടുപിടിക്കാം. ഓക്കെ, ഇ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് റോഡിയാണ്. റോഡി ഈസ് ഈക്വൽ ടു ജി റോ ഡബ്ല്യു ബൈ 1+W ആണ്. സോറി, 1+E ആണ്. റോഡി ഈസ് ഈക്വൽ ടു 0W ബൈ 1+E ആണ്. അപ്പൊ ജി തന്നിട്ടുണ്ട്, റോ ഡബ്ല്യു നമുക്കറിയാം, ഇ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു ഫ്രം എൻ. അപ്പോൾ റോഡിയും കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. ഇ കണ്ടുപിടിക്കണം, റോഡി കണ്ടുപിടിക്കണം, എൻ ജി. ഇ ഈസ് ഈക്വൽ ടു n/1 - n ആണ്. അപ്പോൾ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇ കിട്ടും. ഇ കിട്ടിക്കഴിഞ്ഞാൽ റോഡി ഈസ് ഈക്വൽ ടു 0W ബൈ 1+E. അതിനകത്ത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡയറക്റ്റ് ആയിട്ട് റോഡി കാൽക്കുലേറ്റ് ചെയ്യാം. ഇതൊക്കെ ഒരു 3 മാർക്സിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ 5 മാർക്സിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ 10ഉം 12നൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. See, a partially saturated sample from a burrow pit has a natural water content of 14% and bulk unit weight of 19 kilonewton per meter cube. The specific gravity of the solids is 2.7.
Determine the void ratio and degree of saturation. What will be the unit weight of the sample on saturation? Okay, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അഗെയിൻ നമുക്ക് എന്തൊക്കെയാ തന്നിരിക്കുന്നതെന്ന് നോക്കാം. A partially saturated soil sample. So, soil partially saturated ആണ്. From a borrow pit has a natural water content of 14%. So, W is equal to 14% എന്ന് പറഞ്ഞിട്ടുണ്ട്. Natural moisture content. And bulk unit weight. Bulk unit weight നമ്മൾ ഗാമ ആയിട്ടാണ് എടുക്കുന്നത്. Gamma is equal to 19 kilonewton per meter cube. The specific gravity of solids is 2.7. So, G is equal to 2.7. Determine the void ratio and degree of saturation. So, E question mark, degree of saturation S question. What will be the unit weight of the sample on saturation? അതായത് സോയിലിനെ സാച്ചുറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള യൂണിറ്റ് വെയിറ്റ് എന്താണെന്നാ ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് എന്തായിട്ട് എഴുതാം? ഗാമ സാറ്റ് ആയിട്ട് എടുക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എന്തോ സംതിങ് ആണെന്നൊക്കെ ഫീൽ ചെയ്യുമെങ്കിലും അതിനകത്ത് തന്നിരിക്കുന്ന ഡേറ്റ് എഴുതി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുമോ ഇത്രയേ ഉള്ളൂ, ഓക്കെ ഫൈൻ, ഇത്രയും കാര്യങ്ങളുണ്ടല്ലോ, സോ ദാറ്റ് എനിക്കിത് കണ്ടുപിടിക്കാം എന്നുള്ള ഒരു ഐഡിയ വരും. അതിനും കൂടെയാണ് ഈ ഗിവൺ തിങ്സ് എഴുതാൻ പറയുന്നത് ഞാൻ. ഓക്കെ, അപ്പൊ ഇവിടെ എഗെയിൻ ഗാമയുണ്ട്, ഡബ്ല്യു ഉണ്ട്, ജിയു ഉണ്ട്. സോ എഗെയിൻ ഇവിടെ എന്ത് ചെയ്യാം? ഗാമയും ഡബ്ല്യുവും വെച്ചിട്ട് ഗാമ ഡി കണ്ടുപിടിക്കാം. ഗാമ ഡി ഈസ് ഈക്വൽ ടു ഗാമ ബൈ 1 പ്ലസ് ഡബ്ല്യു. എഗെയിൻ ഗാമ ഡി കിട്ടിക്കഴിഞ്ഞാൽ ഇ കണ്ടുപിടിക്കാം. ഓക്കെ, ഇ കിട്ടിക്കഴിഞ്ഞാൽ ഇ എസ് ഇസ് ഈക്വൽ ടു ജി ഡബ്ല്യു വെച്ചിട്ട് എസ് കണ്ടുപിടിക്കാം. എസ് കിട്ടിക്കഴിഞ്ഞാൽ ഗാമ സാറ്റ് എന്ന് പറയുന്നത് ജി പ്ലസ് ഇ ഇൻറ്റു ഗാമ ഡബ്ല്യു. എസ് കിട്ടിയിട്ട് തന്നെ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ, ബട്ട് സ്റ്റിൽ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഗാമ സാറ്റ് ഇസ് ഈക്വൽ ടു ജി പ്ലസ് ഇ ഇൻറ്റു ഗാമ ഡബ്ല്യു ബൈ 1 പ്ലസ് ഇ. അപ്പോൾ ഓൾമോസ്റ്റ് സെയിം ഇക്വേഷൻസ് ഒക്കെ തന്നെയാണ്, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി മറിച്ച് ചോദിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇക്വേഷൻസ് എല്ലാം ബൈഹാർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഈ ഇക്വേഷൻസ് ഒന്ന് സോൾവ് ചെയ്യാൻ ഇക്വേഷൻസ് ഒന്ന് ബൈഹാർട്ട് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടില്ല. ജസ്റ്റ് ഒന്ന് റിലേറ്റ് ചെയ്ത്, ഞാൻ പറഞ്ഞില്ല ഓൾറെഡി കുറച്ച് ട്രിക്സ് പറഞ്ഞിട്ടുണ്ട് ഞാൻ, ആ ട്രിക്സ് പോലെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് ബൈഹാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻസ് എല്ലാം ഈസി ആയിട്ട് ബൈഹാർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ജസ്റ്റ് നോക്കാം എങ്ങനെയാണ് സോൾവ് ചെയ്തേക്കുന്നതെന്ന്. ഡബ്ല്യു തന്നിട്ടുണ്ട്, ഗാമ തന്നിട്ടുണ്ട്, ജി തന്നിട്ടുണ്ട്, ഇയും എസും ഗാമ സാച്ച് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ആദ്യം ഗാമ ഡിയുടെ ഇക്വേഷൻ എഴുതി, അതിനകത്തുനിന്ന് ഗാമ ഡി കണ്ടുപിടിച്ചു. ഗാമ ഡി കിട്ടിക്കഴിയുമ്പോൾ അതിനകത്തുനിന്ന് വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കുക. ദെൻ ഇ എസ് ഇസ് ഈക്വൽ ടു ജി ഡബ്ല്യു യൂസ് ചെയ്തിട്ട് എസ് കണ്ടുപിടിക്കുക. എസ് കിട്ടി. ദെൻ ആഫ്റ്റർ ദാറ്റ് ഗാമ സാറ്റ് കൂടെ ഉണ്ട്. ഗാമ സാറ്റ് കണ്ടുപിടിക്കാൻ ഗാമ സാറ്റ് ഇസ് ഈക്വൽ ടു ജി പ്ലസ് ഇ ഇൻറ്റു ഗാമ ഡബ്ല്യു ബൈ 1 പ്ലസ് ഇ. അപ്പൊ ഇതിനകത്ത് ഇ അറിയാം, ജി അറിയാം, ഗാമ ഡബ്ല്യു അറിയാം. അപ്പൊ വാല്യൂസ് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഗാമ സാറ്റ് വാല്യൂ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഹിന്റ് പറയാം. ഗാമ ഇസ് ഈക്വൽ ടു ജി പ്ലസ് ഇ എസ് ഇൻറ്റു ഗാമ ഡബ്ല്യു ബൈ 1 പ്ലസ് ഇ ആണ്. ഈ ഇക്വേഷൻ എങ്ങനെയെങ്കിലും ബൈഹാർട്ട് ചെയ്യാം. ഈ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഗാമ ഡി എന്ന് പറയുന്നത് ഡ്രൈ യൂണിറ്റ് വെയിറ്റ് ആണ്. ഡ്രൈ യൂണിറ്റ് വെയിറ്റ് അല്ലെങ്കിൽ ഡ്രൈ സ്റ്റേറ്റിലാവുമ്പോൾ എസ് ഇല്ല, എസ് 0 ആണ്. അത് നമുക്കറിയാം. അപ്പൊ എസ് 0 ആണെങ്കിൽ ഈ ഇതിനകത്ത് ഈ ടേമിൽ ഇ എസ് 0 ആയി പോവും. അപ്പൊ ഇക്വേഷൻ ഇതേ ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് എഴുതാൻ പറ്റും ജി ഗാമ ഡബ്ല്യു ബൈ 1 പ്ലസ് ഇ. ഇതിങ്ങനെ ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ മതി. അതിനകത്ത് എസ് 0 ആവുമ്പോൾ കിട്ടുന്നതാണ് ഗാമ ഡി. ഇനി ഗാമ സാറ്റ് കിട്ടുന്നത് എപ്പോഴാണ്? ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ ആവുമ്പോഴാണ്. അപ്പൊ ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് 1 ആണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ എസിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഇക്വേഷൻ ആക്ച്വലി ഗാമ സാറ്റിന്റെ ഇക്വേഷൻ ആണ്. സോ ജി പ്ലസ് ഇ ഇൻറ്റു ഗാമ ഡബ്ല്യു ബൈ 1 പ്ലസ് ഇ. പിന്നെ അതുപോലെ ബാക്കി ഇൻ ടേംസ് ഓഫ് ഡബ്ല്യു ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇ എസ് ഇസ് ഈക്വൽ ടു ജി ഡബ്ല്യു, ഇ എസ് ഇസ് ഈക്വൽ ടു
GW എന്ന് പറഞ്ഞ് ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യാം. എന്നിട്ട് ഇൻ ടേംസ് ഓഫ് W ആണ് വേണ്ടത്. അപ്പോൾ ഈ ഇനെ ഈസ് ഈക്വൽ ടു GW/S ആയിട്ട് എടുക്കുക. എന്നിട്ട് ഇവിടെയുള്ള ഈ ഒക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം ഈസ് ഈക്വൽ ടു GW/S വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇൻ ടേംസ് ഓഫ് W കിട്ടും. ഇനി വോയിഡ് റേഷ്യോന്റെ ടേംസിലല്ല, പോറോസിറ്റിയുടെ ടേംസിലുള്ള ഇക്വേഷനാ വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇനെ എല്ലാം എന്നിന്റെ ടേംസിലുള്ള ഈയുടെ ഇക്വേഷൻ കൺസിഡർ ചെയ്യുക, അത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്താൽ മതി. ഓക്കെ, അല്ലാണ്ട് അതൊന്നും വീണ്ടും വീണ്ടും ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് അനദർ തിങ് ഇസ്, ബേസിക്കലി നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പോറോസിറ്റിയുടെ ടേംസിലുള്ള ഇക്വേഷന്റെ ആവശ്യം വരുന്നില്ല. കാരണം നിങ്ങൾക്ക് വോയിഡ് റേഷ്യോയുടെ ടേംസിലുള്ള ഇക്വേഷൻ ഓൾറെഡി അറിയാലോ. അപ്പോൾ തന്നിരിക്കുന്നത് പോറോസിറ്റി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പോറോസിറ്റീനെ വോയിഡ് റേഷ്യോയുടെ വാല്യൂ ആയിട്ട് പോറോസിറ്റിയുടെ വാല്യൂ വെച്ചിട്ട് വോയിഡ് റേഷ്യോയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അതായത് n ആണ് തന്നിരിക്കുന്നത്, പക്ഷെ നമ്മൾ പഠിച്ചേക്കുന്ന ഇക്വേഷൻസ് എല്ലാം ഇൻ ടേംസ് ഓഫ് ഇ ആണ്. അപ്പൊ ഞാൻ എപ്പോഴും സ്റ്റുഡൻസിന്റെ അടുത്ത് പറയും, നിങ്ങൾ ഇയുടെ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി, എന്നിന്റെ ഇക്വേഷൻ ഒന്നും പഠിക്കണ്ടാണ്. അപ്പൊ അതിന്റെ റീസൺ ഇതാണ്. പെന്ന് തന്നാൽ പോലും, പെന്ന് 10% എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഈസ് ഈക്വൽ ടു n/1 - n ഇക്വേഷൻ വെച്ചിട്ട് ഇയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ആ ഒരൊറ്റ സ്റ്റെപ്പാണ് നിങ്ങൾക്ക് അവിടെ വരുന്നുള്ളൂ. ആ ഇയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിങ്ങൾക്ക് ആ ഇയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ബാക്കി വാല്യൂസ് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ കുറെ ട്രിക്സ് കാര്യങ്ങളെല്ലാം ഓൾറെഡി പ്രാക്ടീസ് സെഷൻസിന്റെ വീഡിയോസിലും തിയറി വീഡിയോസിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ പ്ലീസ് ഗോ ത്രൂ ദ വീഡിയോ സോ ദാറ്റ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ഹൗ ടു ലേൺ ദ ഇക്വേഷൻസ്, ഹൗ ടു മേക്ക് ഷുവർ ദാറ്റ് എല്ലാ ഇക്വേഷൻസും നിങ്ങൾക്ക് തറോ ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോബ്ലംസും ഈ തിയറീസുമാണ് ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് നിങ്ങൾക്ക് അത്യാവശ്യം ഷുവർ ആയിട്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന, എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള, പ്രോബബിലിറ്റി അത്രയും കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് എന്തായാലും പഠിക്കുക. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി ക്വസ്റ്റ്യൻസും കൂടെ പഠിക്കുക. പിന്നെ ഇതിനകത്ത് പ്രോബ്ലം വരാനുള്ളത്, ഇപ്പോൾ പൈക്നോമീറ്റർ മെത്തേഡ് വെച്ചിട്ട് സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറയുന്ന ആ ഒരു പ്രോബ്ലം. ആ പ്രോബ്ലംസ് ഒന്നും പിന്നെ അത്രയും വീണ്ടും ഇനി പറയേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നിയില്ല. ബിക്കോസ് ജസ്റ്റ് ആ ഇക്വേഷനിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമാണ് ആ പ്രോബ്ലംസ് എല്ലാം വരുന്നത്. അതെല്ലാം നിങ്ങൾ പ്രാക്ടീസ് സെഷൻസിലെ പ്രോബ്ലംസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ആ സെയിം പ്രോബ്ലംസ് തന്നെ വരുന്നുള്ളൂ, വേറെ എക്സ്ട്രാ പ്രോബ്ലംസ് ഒന്നും വരാനില്ല. സോ ഈ 10 questions ആർ വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് മൊഡ്യൂളിലെ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനും അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനും പറ്റും. ഓക്കെ, സോ അത്രയാണ് ഇന്നത്തെ ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിന്റെ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ സീരീസിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ സെക്കൻഡ് മൊഡ്യൂളിലെ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.